وجعلناهم أئمة يدعون إلى النار ويوم القيامة لا ينصرون. ഒരു 100 കൊല്ലം പറഞ്ഞാലും തീരാത്ത വർത്താനാണ് ഇത്. തല നല്ല നിലക്ക് തുറന്ന് പിടിച്ച് ചിന്തിക്കണം. മനുഷ്യന് നെറ്റി കൊണ്ട് പണിയെടുക്കാൻ വളരെ എളുപ്പമാണ്, തല കൊണ്ട് പണിയെടുക്കാൻ വളരെ പ്രയാസം. നെറ്റി കൊണ്ട് പണിയെടുത്തിട്ട് ഒരാളും മുഅ്മിനാവൂല. തല കൊണ്ട് പണിയെടുക്കണം, എന്നിട്ട് നെറ്റി പണിയെടുക്കണം. അല്ലാതെ നെറ്റിമ പണിയെടുക്കുന്നത് കൊണ്ട് മാത്രം ഒരാൾ മുഅ്മിനാവൂല. പിന്നെ മുഅ്മിനാകും എപ്പോൾ? നെറ്റി കൊണ്ട് മാത്രം ഒരാൾക്ക് മുഅ്മിനാകാം എപ്പോൾ? അവൻ അഖ്ല് കൊടുക്കാത്ത ആവറേജിന് താഴെയുള്ള ബലഹുൽ അഗ്റാറായി മാറണം. നമ്മൾ അങ്ങനെയല്ല. നമ്മൾ ഏത് കാര്യത്തിനും ബുദ്ധിയുള്ള ആളുകളാണ്. 10 ഉറുപ്യ ഉണ്ടാക്കാൻ ബുദ്ധി, 10 അവനവൻ്റെ കാര്യത്തിന്, കുടുംബത്തിൻ്റെ കാര്യത്തിന്, പെണ്ണുങ്ങളും കുട്ടികളും കാര്യത്തിനൊക്കെ ആരെക്കാളും തുളക്കുന്ന നേട്ടമുണ്ടാക്കണം എന്ന് ചിന്തിക്കുക. ചിലപ്പോൾ നമ്മൾ പൊട്ടിപ്പോവും, എന്നാലും നമ്മളെ ഉള്ള അങ്ങനെയാണ്. അപ്പോൾ നമ്മൾക്ക് സാധാരണ താഴ്വാൻ ആവറേജിന് താഴെയുള്ള ഒരാളുടെ അവസ്ഥ കൊണ്ട് നമുക്ക് രക്ഷപ്പെടാൻ കഴിയുമെന്ന് വിചാരിക്കണ്ട. പിന്നെ ഇങ്ങനെയാണ് പോയത് കൊണ്ട് സ്വർഗം കിട്ടും എന്ന് വിചാരിക്കണ്ട. ഭൂമിക്കടിയിലുള്ള കാര്യം നമുക്കറിയൂലല്ലോ. ഭൂമിക്കടിയിലുള്ള കാര്യം ഈ മാനിഫെസ്റ്റോ നോക്കി തീരുമാനിക്കണം. ഇതാണ് നിയമാവലി. ചിന്തിക്കണം. ഭൂമിക്കടിയിലുള്ള കാര്യം പറഞ്ഞിട്ട് എന്ത് കാര്യം? ഒരു അമുക്ക് മരിച്ചപ്പോ വേറുള്ള കുറെ അമുക്കുകൾ കൂടി നല്ലോനായിരുന്നു എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? ഇതിലെന്താ കാര്യം? നല്ലോനായിരുന്നു. ഈ നാട്ടിൽ നിരീശ്വരവാദികൾ ചാകുന്നുണ്ട്. ആ നിരീശ്വരവാദി ചത്താൽ വേറുള്ള കുറെ നിരീശ്വരവാദികൾ കൂടിയിട്ട് നല്ലോനായിരുന്നു സ്വർഗം കിട്ടുമോ? നല്ലവനായി എന്ന് പറഞ്ഞാലൊക്കെ സ്വർഗം കിട്ടുന്നു. അടുത്ത വിഡ്ഢിത്തരാണ്. ആര് പറഞ്ഞ്? അന്തം എന്ന് പറഞ്ഞ സാധനം ഇല്ലാതെ കഴിഞ്ഞുകൂടണ്ട. നല്ല പോലെ മനസ്സിലാക്കിക്കൊള്ളി. ഇവിടുത്തെ കളിയല്ല അതിൻ്റെ അടിയത്തെ കളി. അത് മനസ്സിലാക്കണം. ഇത് വെറുതെ പറയുന്ന വർത്താനം നിങ്ങൾ ചിന്തിക്കണ്ട. ഇവിടെ മുശ്രിക്ക് മരിക്കണില്ലേ മനുഷ്യന്മാര്? ഒരു മുശ്രിക്ക് മരിച്ചാൽ, ഒരു മുശ്രിക്കിന്റെ നേതാവാണ് മരിച്ചാൽ, കുറെ മുശ്രിക്കുകൾ കൂടി എന്താ പറയാ? ഒഴിച്ചുകൂടാൻ പറ്റാത്ത മനുഷ്യന്മാരെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ആതാവായിരുന്നു, നികത്താനാവാത്ത വിടവ് പറയില്ലേ? മനുഷ്യന്മാരെ ഇവന് സ്വർഗം കിട്ടും. എന്തെന്നോണ ഈ പറയണത്? കുറച്ച് പള്ളയപ്പന്മാരാണ് കൂടിയിട്ട് നല്ലേന്നോ എന്താ കാര്യം? അന്തണ്ടാ? മോമിനീങ്ങൾ കൂടിയിട്ട് പറയണം. അതിന് മോമിനാണോ? ഈ മോമിനീങ്ങൾ കൂടി പറയണം. നിങ്ങൾക്ക് പറയണ മനസ്സിലാവുന്നുണ്ടോ? നിങ്ങളൊന്ന് ഉറങ്ങാതെ ഇരിക്കി, തലക്ക് കൊടുക്കി. എന്താ ഈ പറയണത്? നിങ്ങളിത് തലക്ക് കൊടുക്കി മനുഷ്യന്മാരെ. ഇവിടെ പലരും മരിക്കണില്ലേ? മുശ്രിക്ക് മരിക്കണില്ലേ? പച്ച യഹൂദി മരിക്കണില്ലേ? യഹൂദി മരിച്ചാൽ യഹൂദികൾ കൂടി എന്താ പറയാ? വലിയ മഹാനായിരുന്നു. ഇപ്പൊ പുതിയൊരു പരിപാടി തുടങ്ങിയതാണ്. എന്തെന്നറിയോ? മരിച്ച വേറുള്ളവരൊക്കെ കൂടിയിട്ട് നല്ലതാണ് പറയാ. ഒരു ബുക്കാണ് എഴുതി വിടുക, പിറ്റേന്ന് പത്രത്തിൽ കുറെ മധുവാണ് കൊടുക്കുക. അപ്പൊ വേറുള്ളവർ പറയാണ് എന്ത് മഹാനായിരുന്നു, ഇതാ അത്രയും ആളുകൾ മഹാനെന്ന്. ആരടാ പറഞ്ഞേ? പള്ളയപ്പം പറഞ്ഞിട്ട് എന്താ കാര്യം? പള്ളക്ക് വില കൊടുക്കണ വിഡ്ഢികൾ പറഞ്ഞിട്ട് എന്ത് കാര്യം? ഈ തലയിൽ കെട്ടിയൊരു പറഞ്ഞിട്ട് എന്താ കാര്യം? തലയിൽ എല്ലാരും കിട്ടൂലേ? ദുആത്തുൻ അലാ അബ്വാബി ജഹന്നം, നരകത്തിന്റെ വാതിൽക്കൽ മൂല്യന്മാര് വരുന്ന കാലം എന്ന് മുസ്തഫ നബി പറഞ്ഞില്ലേ ഖിയാമത്ത് നാളിനെ പറ്റി? എന്തേ പറഞ്ഞ്? എന്തെങ്കിലും വിചാരിച്ച്? ദുആത്തുൻ അലാ അബ്വാബി ജഹന്നം, പ്രബോധകന്മാര് വന്നു നിൽക്കും. എവിടെ വന്നു നിൽക്കും? അലാ അബ്വാബി ജഹന്നം. പ്രബോധകന്മാര് പറഞ്ഞ മൂല്യന്മാരടക്കാന്ന്. പ്രബോധകന്മാര് പറഞ്ഞ ഓലനല്ലേ വലിയ പ്രബോധകന്മാര്. അതിന്റെ അർത്ഥം മൂല്യരൊക്കെ മോശമെന്നല്ല. അങ്ങനെയൊന്നും അതിന് മയക്കണ്ട. ഞാൻ പറഞ്ഞല്ലോ, മുത്തനബി പറഞ്ഞല്ലേ.
മുഹമ്മദ് മുസ്തഫ പറഞ്ഞിട്ടില്ലേ? പ്രബോധകന്മാർ അലാ അബ്വാബി ജഹന്നം, അവരെവിടെ വന്നു നിൽക്കും? നരകത്തിന്റെ വാതിൽക്കൽ. ഫമൻ നജാബഹും ഖദഫൂന ഫീഹാ, ആര് അവർക്ക് ഉത്തരം കൊടുത്താലും ആ പ്രബോധകന്മാരെ അവരെ കൊണ്ടുപോയി നരകത്തിലെറിയും. യാ അല്ലാഹ്, യാ അല്ലാഹ്, പടച്ചോൻ നമ്മളെ കാക്കട്ടെ. പ്രബോധകന്മാര് വയല് പറയാ, എവിടക്ക് എവിടക്ക് പറയും മനുഷ്യന്മാരെ. പ്രബോധകന്മാര് എന്ന് കോൺഗ്രസ്സുകാരെ പറ്റി പറയോ? കോൺഗ്രസിന്റെ നേതാക്കന്മാരെ പറ്റി പ്രബോധകന്മാരെന്ന് പറയോ? എന്താണ് ധൈര്യമായിട്ട് പറഞ്ഞോളൂ, നിങ്ങൾക്ക് എന്താ പേടിക്കുന്നത്? കോൺഗ്രസ് നേതാക്കന്മാരെ പറ്റിയാണോ പ്രബോധകന്മാർ എന്ന് പറയുന്നത്? കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരെ പറ്റിയാണോ പ്രബോധകന്മാർ എന്ന് പറയുന്നത്? നരകത്തിന്റെ വാതിൽക്കൽ പ്രബോധകന്മാർ വന്നു നിൽക്കും. ആര് അവർക്ക് ഉത്തരം കൊടുത്താലും അവരെ കൊണ്ടുപോയി പ്രബോധകന്മാർ നരകത്തിൽ വലിച്ചെറിയുകയും ചെയ്യും. ഒരു നരകത്തിൽ പോണോലായിരിക്കും, ഒലപ്പം പോണോലൊക്കെ എവിടെ എത്തും? പ്രബോധകന്മാർ എന്ന് പറഞ്ഞുകൊണ്ടൊരു മൈനട്ടി എന്ത് ഒരു ഓതണത് എന്തായിരിക്കും? ഖുർആനായിരിക്കും. ഒരു വിശദീകരിക്കണം എന്തായിരിക്കും? ഹദീസായിരിക്കും. അള്ളാഹു നമ്മളെ കാക്കട്ടെ, അള്ളാഹു നമ്മളെ കാക്കട്ടെ, അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഈ മൗലവിമാരെ പറ്റി പറഞ്ഞതുകൊണ്ട് മൗലവിമാരൊക്കെ മഹാന്മാരാണ്. മൗലവിമാർ മൊത്തം പോക്ക് കേസാണ്. അസൽ പൊളിഞ്ഞില്ലേ? അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. അസൽ തന്നെ പൊളിഞ്ഞില്ലേ? അഹ്ലു സുന്നത്ത് വൽ ജമാഅ മാത്രമാണ് അൽ ഫിർഖത്തുൻ നാജിയ, രക്ഷപ്പെടുന്ന പാർട്ടി. യാതൊരു സംശയം വേണ്ട. അതെന്തേ അങ്ങനെ ആയത്? അതിപ്പോ എന്തിനായത്? ആദ്യം മുത്ത് നബിയുടെ കാലത്ത് അങ്ങനെ പേരുണ്ടോ? ഇല്ല. നിന്റെ കുട്ടിക്കാലത്ത് നാടൻ കോഴിന്ന് പേരില്ല, കോഴിന്നേ പേരുള്ളൂ. നിന്റെ കുട്ടിക്കാലത്ത് മനസ്സിലായില്ല? നിന്റെ കുട്ടിക്കാലത്ത് നാടൻ കോഴിന്ന് പേരില്ല. എന്റെ കുട്ടിക്കാലത്ത് നാടൻ കോഴിന്ന് പേരില്ല. എന്റെ കുട്ടിക്കാലത്തുള്ളത് കോഴി. ഉസ്താദിനോട് ചോദിച്ചു, ഉസ്താദെ നിങ്ങൾക്ക് ഇറച്ചിയാണോ കോഴിയാണോ വേണ്ടത്? കോഴിനർത്തോ? ഇന്നിപ്പോ ഒരാൾ നമ്മളെ നിർബന്ധിച്ച് വിളിച്ചു, ഉസ്താദെ നിങ്ങൾക്ക് എന്താണ് ഭക്ഷണം ഉണ്ടാക്കേണ്ടത്? കോഴി എന്ന് പറഞ്ഞാൽ കുടുങ്ങി. മനസ്സിലായില്ല? ഓൻ ആ തമിഴ്നാട്ടിൽ നിന്ന് ചോറി പിടിച്ചു കൊണ്ടുവരുന്ന കോഴിനർക്കും. അപ്പൊ നമ്മൾ വേഗം എന്ത് പറയും? കോഴിയാണെങ്കിൽ നാടൻ കോഴി. എന്തുകൊണ്ട് നാടൻ കോഴി എന്ന് പറയും? നാടൻ എന്ന വാക്കൊരു 25 കൊല്ലത്തിൽ ഒപ്പം വന്നതാ കോഴിക്ക്. പറയും മനുഷ്യന്മാരെ, നാടൻ കോഴി. എന്റെ കുട്ടിക്കാലത്ത് നാടൻ കോഴി ഇല്ല. എന്ത് കോഴി? ലഗോൺ കോഴി വന്നു. പറയും, ഒരു 3-4 കോഴിന്റെ പേര് പറയും മനുഷ്യന്മാരെ. ബ്രോയിലർ വന്നു. ഈ ജാതി പല കോഴികളും വന്നപ്പോൾ ഒറിജിനാലിറ്റിക്ക് എന്ത് പറയേണ്ടി വന്നു? നാടൻ കോഴി. അള്ളാഹുവിന്റെ റസൂലിന്റെ കാലത്ത് നാടൻ കോഴി ഉണ്ടോ? അതിനെന്ത് മാനുള്ളത്? പറയണ മനസ്സിലായി? ഇത്രയും മാനുള്ളൂ. എല്ലാ കള്ളന്മാരും ഇസ്ലാമിന്റെ പേരിൽ ഒരുമിച്ച് കൂടാൻ തീരുമാനിച്ച് അതിന്റെ പേരിൽ സംഘം കൂടിയപ്പോൾ അവസാനത്തെ കാലത്തെ സ്വഹാബികൾ വമിൻഹും ഇബ്നു ഉമറ, ഉറക്കപ്പറ റളിയല്ലാഹു അൻഹു, സ്വഹാബികളിലെ ഏറ്റവും വലിയ ഫഖീഹുകളിലും ഉലമാക്കളിലും ഒരാളാണ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. അങ്ങനെയുള്ള മഹാന്മാർ ഒരുമിച്ച് കൂടിയിട്ട് ഇസ്ലാമിന് ഒരു പുതിയ പേരും കൂടി നൽകി. എന്ത്? അഹ്ലുസുന്നത്തി വൽ ജമാഅ. അതല്ലാതെ വേറൊരു വർത്താനല്ല ഇത്. അവിടുന്ന് പൊളിഞ്ഞാൽ പൊളിഞ്ഞ്, അവരെ പറ്റി ഇവിടെ വർത്താനം തന്നെ ഇല്ല. അല്ലാഹു തആല അവരെ നന്നാക്കി തരട്ടെ. ഇവിടെ സുന്നത്തി ജമാഅത്ത് എല്ലാവരും അവരെ പറ്റി വർത്താനല്ല. നിങ്ങൾ എന്തെങ്കിലും വിഷയം കാര്യമല്ല, രക്ഷപ്പെടാൻ സാധ്യത വളരെ കുറവാണ്. എന്തുകൊണ്ട്? 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 വല്ലദീ അൻസല അലൈക്കൽ കിതാബ മിൻഹു ആയാത്തും മുഹക്കമാത്തുൻ ഹുന്ന ഉമ്മുൽ കിതാബി വഉഖറു മുതശാബിഹാത്ത് ഫഅമ്മല്ലദീന ഫീ ഖുലൂബിഹിം സൈഗുൻ ഫയത്തബിഊന മാ തശാബഹ മിൻഹു ഇബ്തിഗാഅൽ ഫിത്ന വഇബ്തിഗാഅ തഅ്വീലിഹി വമാ യഅലമു തഅ്വീലഹു ഇല്ലല്ലാഹു വറസിഖൂന ഫിൽ ഇൽമി. ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്ക്. ഞാൻ ഇന്നലെ നടുപ്പാടത്ത്
നല്ല മഞ്ഞുള്ള സമയമാണ്. അതിൽ കുറച്ച് രാത്രി സംസാരിച്ചു പോയി, എൻ്റെ ഒരു മഞ്ഞ് കയറിയത്. അള്ളാഹു തആല നമുക്കൊക്കെ നല്ല ആഫിയത്തിനെ തരട്ടെ. സൂറത്ത് ആലി ഇമ്രാനാണ് ഓതുന്നത്. ഇങ്ങോട്ട് നോക്ക് ആലി ഇമ്രാനാ ഓടുന്നത്. ഒരുത്തനാണ് അൻസല, അവൻ ഇറക്കിയ അലൈക നബിയുടെ താങ്കളുടെ മേൽ അൽ കിതാബ ഖുർആനിനെ, മിൻഹു ആ ഖുർആനിലുണ്ട് ആയാത്തുൻ മുഹക്കമാത്തുൻ കാര്യങ്ങൾ പെട്ടെന്ന് തിരിച്ചറിയുന്ന ഖണ്ഡിതമായ നിയമമുള്ള ആയത്തുകൾ, ഹുന്ന ഉമ്മുൽ കിതാബി അത് അടിസ്ഥാന പ്രമാണങ്ങളാണ്. വേറെ കുറച്ച് ആയത്തുകൾ ഉണ്ട് മുത്തശാബിഹാത്തുൻ അതിന്റെ അർത്ഥം പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയൂല. ഖുർആനിൽ പെട്ടെന്ന് അർത്ഥം അറിയണോണ്ട് പറയും എന്റെ അർത്ഥം അറിയണതെല്ലാം ഇറക്കിക്കൂടായിരുന്നു, എനിക്ക് അത് ഇറക്കിയില്ല. എന്തുകൊണ്ട്? ഫിത്ന ഇവിടെ പല ആളുകളെയും തീരുമാനിക്കണം. മനസ്സിലായില്ല. ഹൃദയത്തിൽ വളവുള്ള ആളുകൾ അവർ പിൻപറ്റുക മാ തശാബഹ മിൻഹു ഖുർആനിൽ നിന്ന് പെട്ടെന്ന് നിയമങ്ങൾ തിരിച്ചറിയാത്ത ആയത്തിനെയാണ് അവർ പിൻപറ്റുക. എന്തിനാണ് അവർ അത്തരം ആയത്തിനെ പിൻപറ്റുന്നത്? ഇബ്തിഗാ അൽ ഫിത്നതി ഫിത്ന ഉണ്ടാക്കാൻ വേണ്ടി, വബ്തിഗാ തഅ്വീലിഹി അവരുദ്ദേശിച്ച രൂപത്തിലേക്ക് ആയത്തിനെ വളച്ചൊടിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയും, വമാ യഅലമു തഅ്വീലഹു അത്തരം ആയത്തിന്റെ മതവിധികൾ അറിയുകയില്ല ഇല്ലല്ലാഹ് അല്ലാഹുക്കല്ലാതെയും വറാസിഖൂന ഫിൽ ഇൽമി അത്രയും ആഴത്തിൽ വിവരമുള്ളവർക്കല്ലാതെയും. ഷാഫി ഇമാമ് പറഞ്ഞാൽ റളിയല്ലാഹു അല്ലെങ്കിൽ പോയിക്കളെ അങ്ങായി വാതിലെത്ര ഇവിടെ വെച്ച് അള്ളാഹ് പറയാണ് ഷാഫി ഇമാമിനെ പിൻപറ്റണം. കാരണം എല്ലാവർക്കും ഇതിന്റെ മാന തിരിയില്ല. എന്നാ തിരിയണ മാത്രം ഇറക്കിക്കൂടായിരുന്നോ? ഇറക്കൂല, എന്നെ തിരിയണം. ഏതാ സാധനം എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായോ? പറഞ്ഞ് മനസ്സിലാണില്ലേ? ഫിത്ന ഉണ്ടാക്കാൻ വേണ്ടി നടക്കുന്ന കുറച്ച് ആളുകളുണ്ട്. ആയത്ത് അങ്ങനെയല്ലേ, ആയത്ത് ഇങ്ങനെയല്ലേ. മനസ്സിലാണ്ട് പറഞ്ഞത്? ഇതിനെ അള്ളാഹു ആയത്ത് ഇറക്കിയത്. ഈ ആയത്തിന്റെ വ്യാഖ്യാനം ആർക്കേ അറിയുള്ളൂ? കേൾക്ക്, ചില ആയത്തുകളുടെ വ്യാഖ്യാനം അറിയുകയില്ല ഇല്ലല്ലാഹ് അല്ലാഹുക്കല്ലാതെയും വറാസിഖൂന ഫിൽ ഇൽമി വിജ്ഞാനത്തിൽ അത്ര ആഴത്തിൽ ചെന്നവർക്കല്ലാതെയും. ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ പറയുന്നുണ്ട് മിസ്ലൽ ഇമാം ശാഫിഈ വമിസ്ല അബി ഹനീഫത അൻ-നുഅ്മാൻ വമിസ്ല മാലിക് ഇബ്നു അനസ് വമിസ്ല അഹ്മദ് ഇബ്നു ഹംബൽ ഹുജ്ജത്തുൽ ഇസ്ലാം അബി ഹമീദ് അൽ ഗസാലി. മനസ്സിലാണ്ട് പറഞ്ഞത്? ഇങ്ങനെയുള്ള മഹാന്മാര് അവർക്കല്ലാതെ അതിന്റെ വ്യാഖ്യാനം പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയില്ല. ഹൃദയത്തിൽ വളവുള്ള ആളുകൾ അവര് പിന്തുടരുക മാ തശാബഹ മിൻഹു ഖുർആനിൽ നിന്ന് തിരിച്ചറിയാത്ത പെട്ടെന്ന് മതവിധികൾ തിരിച്ചറിയാത്ത ആയത്തുകളെയാണ് അവർ പിൻപറ്റുക. എന്തിന്? ഇബ്തിഗാ അൽ ഫിത്നതി എന്തുണ്ടാക്കാൻ വേണ്ടി? ഫിത്ന ഉണ്ടാക്കാൻ വേണ്ടി. വബ്തിഗാ തഅ്വീലിഹി ദുർവ്യാഖ്യാനം ചെയ്യാൻ വേണ്ടിയും. മനസ്സിലാണ്ട് പറഞ്ഞത്? നമ്മളിപ്പോ ഒരു വ്യാഖ്യാനം ഇവിടെ പറയുന്നുണ്ടെങ്കിൽ, നമ്മളിപ്പോ ഒരു വ്യാഖ്യാനം ഒരു അമല് ചെയ്യുന്നുണ്ടെങ്കിൽ എന്താ സുന്നത്യമായത്തിന്റെ സ്വഭാവം? ഒറ്റ വാക്കുണ്ട് അവിടെ നിന്ന് പോരാ. ഞാൻ വേറുള്ളവർ ഈ കൂട്ടത്തിൽ തന്നെ ഞാൻ കൂട്ടിയിട്ടില്ല. എന്തുകൊണ്ട്? അവർ ഖുർആനെ വളച്ചെടുക്കണവരാണ്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. നമ്മൾ അമല് ചെയ്യുകയാണെങ്കിൽ ആ അമലിന് കാരണം പറയും. നിങ്ങൾ റബീഉൽ അവ്വൽ മൗലൂദ് ഓതുന്നത് എന്താ നിങ്ങൾ അങ്ങനെ മൗലൂദ് ഓടണം? അപ്പൊ വേഗം നമ്മൾ പറയും അങ്ങനെ മൗലൂദ് ഓടണം എന്ന് സുബ്കി ഇമാം പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായില്ല? സുബ്കി ഇമാം ആരാണ്? ഈ വറാസിഖൂന ഫിൽ ഇൽമിൽ പെടുന്ന ആളുകളാണ് എന്ന് ലോകം മുഴുവൻ അംഗീകരിക്കുന്നുണ്ട്. നിങ്ങൾ എന്റെ മൗലൂദ് ഓടണം ഇബ്നു ഹജർ പറഞ്ഞിട്ടുണ്ട് റളിയല്ലാഹു അൻഹു. ഇബ്നു ഹജർ ഈ കൂട്ടത്തിൽപ്പെട്ട ആളാണെന്ന് ലോകം മുഴുവൻ അംഗീകരിക്കുന്നുണ്ട്. മനസ്സിലായില്ല? നമ്മളോട് ഇപ്പൊ ഒരാൾ ചോദിക്കാണ് എന്റെ ഞങ്ങൾ മൗലൂദ് ഓടുന്നത് റബീഉൽ അവ്വൽ. വേഗം മറുപടി. എന്താ മറുപടി? ഈ മറുപടി എന്ന് പറഞ്ഞാൽ മറ്റൊരു കളിയാക്കും. ഈ ഷാഫി ഇമാമാണോ അന്നം സ്വർഗത്ത് കൊണ്ടുപോവുക? മനസ്സിലായില്ല? നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? എല്ലാം കൂടെ സാധാരണ മനുഷ്യന്മാർക്ക്, സാധാരണ മനുഷ്യന്മാർ പറഞ്ഞാൽ സാധാരണ പണ്ഡിതന്മാർ
മനുഷ്യന്മാര്. സാധാരണ മനുഷ്യന്മാര് എന്ന് പറഞ്ഞാൽ തന്നെ ആരാണ്? നിങ്ങൾക്കിപ്പോ ഇത് ഒന്നും അറിയില്ലല്ലോ. നിങ്ങൾക്കിപ്പോ അത് ബാക്കിയില്ല അറിയോ? നിങ്ങൾക്ക് ഉമ്മുൽ കിതാബ് അറിയോ? ഖണ്ഡിതമായ മതവിധികളുടെ കാര്യം നിങ്ങൾക്ക് അറിയോ? അപ്പൊ ഈ സാധാരണക്കാരായ ആളുകൾക്ക് തിരിച്ചറിയാത്ത ആയത്തറിയില്ല പറഞ്ഞാ അതാർക്ക്? മൂല്യന്മാർക്ക്. നിങ്ങൾക്കൊന്നും അറിയില്ലല്ലോ. ഒന്ന് കൂടിത്തരി. പറഞ്ഞ മനസ്സിലാക്കി നിങ്ങൾക്ക് പറഞ്ഞു തരണല്ലേ അറിയുള്ളൂ. സാധാരണക്കാര് നമ്മുടെ ഖുർആൻ എണ്ണിയതാരെ? മൂല്യന്മാരെ, പണ്ഡിതന്മാരെ. അവരെന്നെ 2 തട്ട്. അത്രയും ആഴത്തിൽ വിവരമുള്ളവരും ആവറേജ് വിവരമുള്ള ആളുകൾക്ക് ഇത്തരം ആയത്തുകളെ പല വിധികളും കണ്ടുപിടിക്കാൻ കഴിയില്ല. അത്രയും ആയത്ത് പോയവർക്കേ കഴിയുള്ളൂ. ഇൽമിൽ അത്രയും ആഴത്തിലേക്ക് പോയ ആളുകൾ. അപ്പൊ സാധാരണ മൗലിയർക്ക് വരെ ഇതിന്റെ മതനിയമം കണ്ടുപിടിക്കാൻ കഴിയൂല. അപ്പൊ എന്നോട് ഒരാൾ ചോദിക്കാണ്, ഞങ്ങൾ റബീഉൽ അവ്വലിലെ മൗലിദ് ഓടുന്നത്. അപ്പൊ ഞാൻ പറയും, ഇബ്നു ഹജർ തങ്ങൾ അങ്ങനെ നല്ല കാര്യമാണ് എന്ന് പറയുന്നുണ്ട്. ഓ, കല്ലുബയിലുണ്ട്, ഷിർവാനിയിൽ കാണുന്നുണ്ട്. അവരൊക്കെ ലോകം കണ്ട പകരല്ലാത്ത ആളുകളാണ്. ഓഹോ, ഇമാം നവവി തങ്ങൾ ഉസ്താദായ അബൂഷാമ പറയുന്നതായി ഇങ്ങനെ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇമാം സുബ്ക്കി തങ്ങൾ പറയുന്നതായി അവിടെ അങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ അവിടെ ഇവിടെയൊക്കെ മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെയാ 500 കൊല്ലത്തിനുള്ളിൽ മുസ്ലിം ലോകം കണ്ട ഏറ്റവും വലിയ, മുസ്ലിം കേരളം കണ്ട ഏറ്റവും വലിയ മഹാനാണ് മഖ്ദൂമുൽ കബീർ റളിയല്ലാഹു അൻഹു. അവർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് നമുക്ക് മതി. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം അവരാരാണ്? വറാസിഖൂന ഫിൽ ഇൽമി. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായി. നമ്മളെ റൂട്ട് നേരെയാണ് എന്നതിനുള്ള വൃത്താനം ഇപ്പൊ ഞാൻ ഈ പറഞ്ഞത്. നമ്മളെ റൂട്ട് വളരെ നേരെയാണ്. ഇനി നമ്മളെ പണി നന്നാക്കിയാൽ മതി. റൂട്ട് നേരെയാണ്. മറ്റൊരു റൂട്ട് തന്നെ പേക്കാണ്. മനസ്സിലാണ്ടോ പറഞ്ഞത്? അവര് പിന്നാലെ പോകുന്നത് എന്തിന്റെ പിന്നാലെയാണ്? മനസ്സിലായില്ല. തിരിച്ചറിയാത്ത വിഷയങ്ങളെ പിന്നാലെയാണ് പോവുക. എന്നിട്ട് അയിമലാണ് കുഴപ്പമുണ്ടാക്കുക. എന്തേ ഷാഫി ഇമാമിനും ഹനഫി ഇമാമിനും ഒക്കെ ഒരു പെണ്ണിനെ കൂട്ടിക്കൊണ്ടുവന്നിട്ട് ഇമാമത്ത് നിർത്തിക്കൂടായിരുന്നോ? ഇന്ന് ജാമിയ നദവിയയിൽ പഠിച്ച പെണ്ണാണല്ലോ എന്ത് ചെയ്തത്? ജാമിയ നദവിയയിൽ നിന്ന് പഠിച്ച് പാസ്സായി ഇറങ്ങിയ പെണ്ണാണ് ഇക്കഴിഞ്ഞ കൊല്ലം ജുമാ നിസ്കാരത്തിന് നേതൃത്വം കൊടുത്തു. എന്തേത് ഷാഫി ഇമാമിനെ ചെയ്തുകൂടായിരുന്നോ? എന്തേ ഹനഫി ഇമാമ ചെയ്തിരുന്നോ? എന്തേ പോലെ ചെയ്യാഞ്ഞു? എന്താ ബലി ചെയ്യുന്നത്? ബലി ചെയ്യുന്നത് അള്ളാഹു നമ്മളെ കാത്തി രക്ഷിക്കട്ടെ. ഞാൻ അവിടുന്ന് പോരാണ്. ഞാൻ സ്വാഭാവികമായി പറഞ്ഞതാണ്. അപ്പോൾ പിന്നെ ഇവിടെ അത്തരം കാര്യങ്ങളൊന്നും ബേജാറാകണ്ട. അള്ളാഹു നമ്മളെ കാത്തി രക്ഷിക്കട്ടെ. മനുഷ്യന്മാര് ജനങ്ങളെ ചിന്തിക്കണം, നല്ല ചിന്തിക്കണം. ഇതെന്താണെന്ന് വളരെ ആലോചിക്കണം. ഒരു സാലിയായ മനുഷ്യനെ പിൻപറ്റിക്കോളി 100 വട്ടം പറയുന്നത് ഞമ്മക്ക് അവരൊന്നും തന്നിട്ടല്ല. ഞാൻ ഈ ക്ലാസ് 100 വട്ടങ്ങളോട് പറയലുണ്ട്. ഒരു വിഷയം ഉണ്ടെങ്കിൽ ഒരു സാലിയായ മനുഷ്യനോട് ചോദിക്കി. ഒരു ആലിമുമാണ്, സ്വാലിഹുമാണ്, അങ്ങനത്തെ ഒരാളോട് ചോദിക്കി. ഇന്നിപ്പോൾ നമ്മളെ നാട്ടിലൊരു അറിയപ്പെടുന്ന ഒരു ജനങ്ങളടിയിൽ ഒരു അള്ളാഹിനെ പേടിയുള്ള മനുഷ്യന്മാരെ കൂട്ടത്തിൽ ഒരാളാണ് വവാട് കുഞ്ഞിക്കോയ മുസ്ലിയാർ. അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ ദറജകളെ ഏറ്റി കൊടുക്കട്ടെ. ഒരു ഉദാഹരണം, ഒരു വിഷയം ഉണ്ടെങ്കിൽ അവരോട് പോയി ചോദിച്ചാളി. അവരൊക്കെ പോകുമ്പോൾ അടുത്ത ആളെ നമുക്ക് തരും. അള്ളാഹ് നമ്മളെ വെറുതെ ആക്കൂല. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇനിയും അവർക്ക് മുമ്പോ അതിനേക്കാൾ വലിയ ആളുണ്ടായിരുന്നു. അത് മനസ്സിലാണ്ട് പറഞ്ഞ അങ്ങനെ ആളുകൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അള്ളാഹു ഒരിക്കലും ആളുകളെ വെറുതെ ആക്കൂല. അള്ളാഹ് പിന്നെ എന്റെ കാര്യം അതിന്റെ വിഷയത്തിൽപ്പെട്ടവർക്ക് അത് തിരിയുള്ളൂ. ഇപ്പൊ ഒരു കഞ്ചാവ് വലിയ വന്ന് കൊടുവള്ളി ഇറങ്ങിയാൽ ഇവിടെ ആരാ കഞ്ചാവ് വലിയെന്ന് നിങ്ങൾക്കറിയോ? തിരിഞ്ഞിട്ടില്ല. തലക്ക് ബുദ്ധി ഉണ്ടെങ്കിൽ തലക്ക് കൊടുക്ക്. നിങ്ങളിപ്പോ ഞാനിതാ 10, 16, 17 കൊല്ലായി ഇവിടെ ഇറങ്ങണ്. ആരെ കയ്യിലാ കഞ്ചാവ് ഉണ്ടാവുക? കയ്യിലുള്ള കഞ്ചാവ് തീർന്നു. ഇനിയിപ്പോ ഒരു പുക വിടാൻ ഇവിടെ ആരെ കയ്യിലാ ഉണ്ടാകുക എനിക്കറിയോ? പറയും മനുഷ്യന്മാരെ, എനിക്കറിയോ? ഇല്ല. എന്തുകൊണ്ട്? ഞാനതിന്റെ ആളല്ല. നേരെ മറിച്ച് ഞാൻ അതിന്റെ ആളാണെങ്കിൽ എനിക്ക് പരിചയമൊന്നും വേണ്ട. ഇങ്ങനെ കൊടുവള്ളങ്ങാടിയിൽ ബസ് സ്റ്റാൻഡിൽ നടക്കുന്ന ഇടയിൽ ഒരു വീടുണ്ടെങ്കിൽ കൊണ്ടാന്ന് പറയും. മനസ്സിലായില്ല? നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ല. അതിന്റെ ആൾ ഇവിടെ വന്നിറങ്ങിയാൽ ബസ് സ്റ്റാൻഡിൽ കൂടെ അങ്ങനെ നോക്കിയിട്ട് അതിന്റെ ആളോടും പറയും ഒരു വീടുണ്ടെങ്കിൽ കൊണ്ടാന്ന് പറഞ്ഞ കൃത്യ ആളോടും ഇരിക്കും. അവനവന്റെ ആളെ തിരിയുള്ളൂ. സാലിഹിനെ തിരിയുള്ളൂ. തമ്മാടിനെ തിരിയുള്ളൂ. നിങ്ങൾക്ക് പറയണ മനസ്സിലാവണുണ്ടോ?
നിങ്ങൾക്ക് പറയണ മനസ്സിലാവുണ്ടോ? ചിലർക്ക് തിരിയില്ല, അവരെ ഉള്ളിൽ നന്മ ഉണ്ടാവൂല. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ആ അള്ളാഹു കൽബിന്റെ കണ്ണാടിയിൽ ആളെ കാണിച്ചു തരിക പറഞ്ഞ മഹത്വം തന്നെയാണ്. അപ്പൊ നമ്മൾ അതുകൊണ്ട് അള്ളാഹ് നമ്മൾ നന്മ ഉദ്ദേശിച്ചിട്ടുണ്ട്. 1.25 ലക്ഷം മനുഷ്യന്മാരെ ഈ മനുഷ്യന്റെ അടുത്ത് വന്ന് കെലിമേലിറ്റുള്ളൂ. അന്ന് ലോകത്ത് കോടിക്കണക്കായ മനുഷ്യന്മാരുണ്ട്. എന്തേ ആ മക്കത്തന്നെ എത്ര ആൾ നടക്കണുണ്ട്. ഓർക്ക് ഈ മനുഷ്യൻ ഉണ്ട് എന്നുള്ള വിവരം തന്നെ അറിഞ്ഞിട്ടുണ്ടാവില്ല. മനസ്സിലായില്ല? ആ മക്കത്തും മദീനത്തും ആട് മേച്ച് നടന്നതിന് മനുഷ്യന്മാരില്ലേ? ഇതിലൊന്നും പെടാതെ രാവും പകലും കച്ചവടത്തിന് പോയിരുന്ന മനുഷ്യന്മാരും ഇല്ലേ? നിങ്ങൾ വിചാരിച്ചത് വന്നോ? ആ കാലത്ത് ജനങ്ങളൊക്കെ നബിന്റെ അടുത്ത് വന്നു എന്നാ? ആകെ വന്നത് എത്ര ആളാ? 1.25 ലക്ഷങ്ങൾ. അന്ന് കോടിക്കണക്കായ ആളുകൾ ലോകത്തുണ്ട്. ഭൂരിഭാഗത്തിനും ഈ ലോകത്തെ ഏറ്റവും വലിയ മാനി ഭൂമിയിൽ ഉണ്ടായിട്ടൊന്നും പോയി കാണാൻ കഴിഞ്ഞില്ല. എന്തുകൊണ്ട്? അവർക്ക് ആ വാസന ഇല്ല. അള്ളാഹു ആ അവസ്ഥയെ തൊട്ട് നമ്മളെ കാക്കട്ടെ. മനസ്സ് തുറന്ന് പറയാം, അള്ളാഹു ആ അവസ്ഥയെ തൊട്ട് നമ്മളെ കാക്കട്ടെ. അള്ളാഹു ആ അവസ്ഥയെ തൊട്ട് നമ്മളെ കാക്കട്ടെ. ആ അതന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരാൾക്ക് തൗഫീഖ് നൽകിയാൽ, അള്ളാഹു ഒരു മനുഷ്യന് തൗഫീഖ് നൽകിയാൽ ഒരു സാലിഹിനെ കാണാൻ കഴിയും. കോടിക്കണക്കായ മനുഷ്യന്മാരുണ്ടായിരുന്നു, അവർക്ക് നബിയെ കാണാൻ കഴിഞ്ഞില്ല. ആർക്കും പല ആളുകളും. ഒരാളൊരു സംഭവം ഞാൻ പറഞ്ഞുതരാം. ഒരാൾ നേരം വെളുത്താല് എന്ത് ചെയ്യും? മദീനന്ന് ആടിനെയും തൊളിച്ച് നേരെ മരുഭൂമി പോവും, ആടിനെ മേക്കും, തിരിച്ചു വരും. പിന്നെ പിറ്റേന്നും ആടിനെ വിട്ടുപോകും, ആടിനെ മേക്കും, പള്ളർക്കും, തിരിച്ചു വരും. ആടിനെ കൊണ്ട് അങ്ങനെയാണ് കഴിഞ്ഞുകൂടും. അങ്ങനത്തെ ഒരാളുണ്ടായിരുന്നു. ഒരു ദിവസം ഇയാൾ ഇവിടെ പാർക്കുന്നുണ്ട് മദീനയിൽ. ഒരു ദിവസം അയാൾ ഇങ്ങനെ ആടിനെ വിട്ടാക്കിയിട്ട് ഇങ്ങനെ ഒരു മരത്തിന് ചാരി ഇരുന്നാണ്ട് ഉറങ്ങിപ്പോയി. അതിലൊരു ചെന്നായ ഒന്ന്. ഈ സംഭവം ദലായിലിൽ ഇമാം ബൈഹഖി റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ മുഅജ്ജത്തായി രേഖപ്പെടുത്തുന്നുണ്ട്. അയാള് മദീനക്കാരൻ തന്നെ, മദീനന്റെ പ്രാന്തത്ത് പാർക്കുന്ന ആളാ. അയാള് അങ്ങാടിക്ക് ഇറങ്ങിയോ നബി ഉണ്ട് എന്നുള്ള വിവരം അയാൾക്ക് അറിയുകയോ ഇല്ല. അയാള് നേരെ വെളുത്ത ആടിനെ വിട്ട് മരുഭൂമിമക്കാണ് പോവും. പിന്നെ ആടിന് പള്ളർച്ചയിട്ട് വരും. ആടിനെ വെട്ടി വെക്കാൻ വേണ്ടി അതിന്റെ രോമം കൊടുത്തേക്കും, അതിന്റെ പാലെടുക്കും. അങ്ങനെ കഴിഞ്ഞോടുന്ന ഒരാളുണ്ടായിരുന്നു. ഒരു ദിവസം ഇയാള് ആടിനെ വിട്ടാക്കിയിട്ട് ഒരു മരത്തിന് ചാരി മരുഭൂമിയിൽ ഇങ്ങനെ ഇരിക്കുന്ന നേരത്ത് പതുങ്ങി ഇയാൾ ഉറങ്ങിപ്പോയി. പതുങ്ങി ചെന്നായ വന്നിട്ട് ഒരാടിനെ പിടിച്ച്, ആടിനെ നാടുപുറത്തിന് കടിച്ച്. ആര്? ചെന്നായ കടിച്ച ഉടനെ ആ നല്ല കേണിപ്പില കടിച്ചത്, നല്ല ഉഷർക്കേച്ച. ഈ ആടിനെ തൂക്കിയിട്ട് ആ ചെന്നായ ഓടാൻ വേണ്ടി ഒരുങ്ങണ സന്ദർഭത്തിൽ മറ്റു ആടുകൾ ഒന്നിച്ചിങ്ങോട്ട് ബഹളം വെച്ച് ഭയങ്കര ബഹളം ഉണ്ടായി. അതിനിടയിൽ അങ്ങോട്ടോട്ടും ആടുകൾ ഓടാൻ തുടങ്ങി, ബഹളായി. അതിനിടയിൽ ഉറങ്ങണ ഇയാള് ഉണർന്ന് നേരെ നോക്കുമ്പോ ഒരു ആടിനെ, തന്റെ ഒരു ആട്ടിൻകുട്ടിയെ ഒരു ചെന്നായ ഇങ്ങനെ പിടിച്ച് കടിച്ചിട്ട് ഓടാൻ ഒരുങ്ങ. ഇയാൾ പോഞ്ഞ് വന്നിട്ട് വലിയ ആടുമേക്കാരത്ത് വലിയ വടി ഉണ്ടാവും. ഇയാൾ ഓടി വന്നിട്ട് ആ ചെന്നായനെ അങ്ങോട്ട് അടിച്ച്. ചെന്നായ അടിയട് കിട്ടിയപ്പോ ചെന്നായ ആടിന്റെ പിടുത്തം വിട്ടിട്ട് ചെന്നായ ഫൽതഫത ഇങ്ങോട്ട് തിരിഞ്ഞിട്ട് പറഞ്ഞു, യാ ഹാദാ തംനഉ റിസ്ഖി മിൻ ഫമി ആതാനി റബ്ബി. എടാ മനുഷ്യ, നിനക്ക് ഞാനിവിടെ വരുമ്പോ നോക്കിക്കൂടായിരുന്നോ? ഞാൻ പല വട്ടം ചിറ്റിട്ടാണ് ആടിനെ പിടിച്ച്. ഈ ഉണരോന്ന് ഞാൻ നോക്കി, അപ്പൊ ഈ ഉണരണില്ല. അപ്പൊ ഉറപ്പായി എനിക്ക് ഇന്ന് എന്റെ നല്ലൊരു ഭക്ഷണം കിട്ടാണ്. മട്ടനല്ലേ? മനസ്സിലായില്ല. ചെന്നായ പറയാണ്, ഞാൻ പലവട്ടം ഇങ്ങനെ ഓടിയിട്ട് വന്നു ചിറ്റിയിട്ടും ഈ ഉണർന്നില്ല. അപ്പൊ എനിക്ക് ഉറപ്പിച്ചു ഇന്ന് എനിക്ക് നല്ല മട്ടനാണ് എന്റെ റബ്ബ് തന്നത്. അങ്ങനെ ഞാൻ ആടുംകുട്ടിയെ, തെരപ്പറ്റിയ ഒരു ആടുംകുട്ടിയെ നോക്കി അതിനെ ഞാൻ കടിച്ചു. വായിൽ കണ്ട് എത്തിയതോടുകൂടെ എനിക്ക് ഉറപ്പിച്ചു, എന്ത്? ഇന്ന് എനിക്ക് നല്ലൊരു നിങ്ങൾക്ക് ആട്ടു ബിരിയാണി പോലെ തന്നെയല്ലേ ചെന്നായൊക്കെ? എന്ത് മനുഷ്യന്മാരെ, ആട്. അപ്പൊ ഞാൻ എന്നെ സന്തോഷിച്ച്, പടച്ചോനെ എനിക്കിന്ന് നല്ലൊരു ആടിനെ, എന്റെ ആട്ടുമാംസത്തിനെ തന്നല്ലോ, നല്ലൊരു ഉച്ചഭക്ഷണം കിട്ടിയല്ലോ എന്ന് വിചാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് പാഹയ ഈ ഉണർന്നത്.
തംനഉ റിസ്ഖി അഅതാനി മിൻ ഫമി അഅതാനി റബ്ബി. എന്റെ വായിൽക്ക് എന്റെ റബ്ബ് തന്ന റിസ്ക് എന്തിനാണ് ഈ മുടക്കണത് എന്ന്. ഫഖാല, ഇത് കേട്ടപ്പോ ഇയാള് ആടുമേക്കാരൻ പറഞ്ഞു, അജബൻ അജബാ, അത്ഭുതം അത്ഭുതം, യതകല്ലമു, ചെന്നായ്ക്കളും വർത്താനം പറയാൻ തുടങ്ങിയോ. ആര് പറഞ്ഞ്? ആറ്റടെ. അപ്പോൾ ഫഖാല, ചെന്നായ പറഞ്ഞു, തതഅജ്ജബു മിൻ കലാമി, എടാ വിഡ്ഢി, നിന്റെ വർത്താനം കേട്ടിട്ടാണ് നിനക്ക് അത്ഭുതം. റജുലും ബിൽ മദീന, നിന്റെ നാട്ടിലൊരാളുണ്ട്, യതകല്ലബു ബിമാ ബിഖബരി മാ വറാ അസ്സമാ, ആകാശത്തിന്റെ അപ്പുറത്തുള്ള വർത്താനം പറഞ്ഞുകൊണ്ടേയിരിക്കണ ആള്. ആ ആളെ ഇതുവരെ കേട്ടിട്ടില്ലല്ലോ. പിന്നെ എന്റെ വർത്താനം എന്താ നിനക്ക് മനസ്സിലായില്ല? എന്റെ ഒന്നുമല്ല, വർത്താനം എന്റെ അയൽവക്കത്തൊരാളുണ്ട്, അയാള് മനസ്സിലായില്ല. അയാൾ ആരാ? ബി ഖബരി മാ വറാ അസ്സമാ, ആകാശത്തിന്റെ അപ്പുറത്തുള്ള വർത്താനമാണ് നിന്റെ അയൽവക്കത്തിൽ നീ ഇയാള് പറയണ്. എന്നിട്ട് ഈ കാലം വരെ ആ വാക്കൊന്ന് കേൾക്കാൻ പോയിട്ടില്ലല്ലോ വിഡ്ഢിയെ. ഞാൻ പറഞ്ഞ വർത്താനോ അത്ഭുതം, നിന്റെ വർത്താനല്ലടാ അത്ഭുതം. നിന്റെ അയൽവക്കത്തൊരാളുണ്ട്, അയാൾ ആകാശത്തിന് അപ്പുറത്തെ വർത്താന ഭൂമി പറയണത്. ഇയാളാണ് ബേജാറായി. ഇയാൾ ആടിനെ കൊണ്ട് തിരിച്ചോടി. എവിടേക്ക്? മദീനയിലേക്ക്. പടച്ചോനെ, അങ്ങനെ അന്വേഷിച്ച് നോക്കുമ്പോ എല്ലാവരും അറിയും, ഇയാൾ മാത്രം അറിയില്ല. ഇയാൾ പോയി. ഇയാൾ മുസ്ലിം ആകാനുള്ള കാരണം ചെന്നായ, ഇയാൾ സ്വഹാബിയായി. കാരണം ആരാ? പറ, ഇയാൾ കാരണം ആരാ? ചെന്നായ കാരണമായിട്ട് ഒരാൾ മുസ്ലിമായ സംഭവം ഇമാം ബൈഹഖി റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ മുഅ്ജിസത്തിനെ പറഞ്ഞ കൂട്ടത്തിൽ ദലായിലൊന്നും പോയി രേഖപ്പെടുത്തിയിട്ട് റിക്കാർഡ് അടക്കാണ് പറഞ്ഞത്. അള്ളാഹു നമുക്ക് നാഫിയായ ഇൽമിനെ തരട്ടെ. അള്ളാഹു നാഫിയായ ഇൽമിനെ തരട്ടെ. ഇതൊരു ഭാഗ്യാണ്. ആ ഭാഗ്യമില്ലാത്ത എത്ര ആളുണ്ടാവും? അങ്ങനെ എത്ര ആളുണ്ടാവും? ഞാനിതൊക്കെ പറയുമ്പോൾ നിങ്ങൾ എല്ലാവർക്കും എല്ലാ ഭാഗ്യം ഉണ്ടാവില്ല. അള്ളാഹു ഇപ്പൊ നമുക്ക് നല്ലോരെ കാണാൻ കഴിഞ്ഞൊരു ഭാഗ്യം വലിയ ഭാഗ്യല്ലേ. അള്ളാഹുത്തല നമുക്ക് തൗഫീക്ക് തരട്ടെ. വിഷയത്തിലേക്ക് തിരിച്ചു വരി. ഇപ്പൊ വളരെ തല കൊടുത്തിട്ട് ചിന്തിക്കണം. ഇത് ആഖിർ സമാനാണ്. നേരായ വഴിക്ക് പോകുമ്പോൾ തന്നെ ദുആത്തുൻ അലാ അബ്വാബി ജഹന്നം, നരകത്തിന്റെ വാതിൽക്കൽ പ്രബോധകന്മാർ വന്നു നിൽക്കുന്ന കാലാണ് ഈ കാലം. ഈ ഫമൻ അജാബഹും ഖദഫൂന ഫിഹാ, അവർക്ക് ആര് ഉത്തരം കൊടുത്താലും അവർ നരകത്തിലെത്തുമെന്ന് മുഹമ്മദ് മുസ്തഫ. ഞാൻ ഈ ആയത്തിന് ഒരു വ്യാഖ്യാനം കൊടുത്തിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. ആ വ്യാഖ്യാനം ഒന്നും കൂടിയാണ് പറയാണ്, ചിന്തിക്ക്. എന്താ അവിടെ പറയുന്നത്? അള്ളാഹു ഉൾക്കൊള്ളാൻ നമുക്ക് തൗഫീക്ക് തരട്ടെ. മനസ്സ് തുറന്ന ആമയും പറയും, അള്ളാഹു തൗഫീക്ക് തല കൊടുത്താൽ കേട്ടാ പടച്ചോനെ, ഞങ്ങളെ തല നീ തുറന്നു തരണമേ റബ്ബേ. അങ്ങനെ ആയാലേ നമ്മൾ വിജയിക്കുള്ളൂ. കള്ളനാണയം നല്ല നാണയം തിരിച്ചറിഞ്ഞാൽ ബുദ്ധിയില്ലാതെ നടക്കണ്ട. ഫിറഔന്മാരെ പറ്റി ഫിറഔനെയും മന്ത്രിമാരെയും പറ്റി പറഞ്ഞ ആയത്താ. وجعلناهم أئمة يدعون إلى النار ويوم القيامة لا ينصرون. وجعلناهم, ഫിറഔനെയും അവന്റെ മന്ത്രിമാരെയും നാം ആക്കി, അഇമ്മത്തൻ, ഇമാമുകളാക്കി, യദ്ഊന, ക്ഷണിക്കുന്നവരായ, ഇലന്നാരി, നരകത്തിലേക്ക്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഭൂമിയിലുള്ള മനുഷ്യന്മാരെ രണ്ട് മൂന്ന് അളവിൽ ഞാൻ കാണിച്ചു തരാം. കഴിഞ്ഞ ആഴ്ച കാണിച്ചു തന്നിട്ടുണ്ട്. ഒന്നുകൂടി വിശദീകരിക്കുക. നിങ്ങൾ നല്ല ഉഷാറിലല്ലേ? മനുഷ്യന്മാരെ നമ്മൾ 2-3 കോലത്തിൽ. ഇത് ഭൂമി, ഇതാകാശം. ഇവിടെ കുറെ മനുഷ്യന്മാരുണ്ടാവും. ഇവിടെ ചില മനുഷ്യന്മാരുണ്ടാവും. ചില മനുഷ്യന്മാരുണ്ടാവും ഈ ഭൂമിയിൽ. അവര് ഇവിടുത്തെ കാര്യം ചിന്തിക്കുകയേയില്ല. അവർ സദാസമയവും ഇവിടുത്തെ കാര്യം ചിന്തിക്കുള്ളൂ. മനസ്സിലായില്ല? അവരിവിടുത്തെ കാര്യം ചിന്തിക്കേയില്ല. എവിടുത്തെ കാര്യം ചിന്തിക്കുക? ഒന്ന് ഉറങ്ങാതെ വരും. എളുപ്പം വേഗം കാര്യം തിരിയും. ചില ആളുകളുണ്ട്.
ഇവിടെ ചില ആളുകളുണ്ട്, ഇങ്ങോട്ട് നോക്ക്. ചില ആളുകളുണ്ട്, അവർ ഇവിടുത്തെ കാര്യേ ചിന്തിക്കൂല. ഒന്ന് കൂടിച്ചവാ ചങ്ങാതിയെ, ഇവിടുത്തെ കാര്യേ ചിന്തിക്കൂല. അതായത് ഇവിടുത്തെ കാര്യം ചിന്തിക്കൂല പറഞ്ഞാൽ ഇവിടെ എനിക്ക് നേട്ടം ഉണ്ടാകണമെന്നോ ഇവിടെ എനിക്ക് സുഖം ഉണ്ടാകണമെന്നോ അവര് ചിന്തിക്കേയില്ല. എന്നാ അവർക്ക് സുഖം ഉണ്ടാവൂലേ? ഉണ്ടാകാം. നേട്ടം ഉണ്ടാവൂലേ? ഉണ്ടാകാം. ഭക്ഷണം കഴിച്ചിട്ടുണ്ടല്ലോ മുഹമ്മദ് നബി, എന്നാ ഭക്ഷണത്തിന് ജീവിച്ച ആളാണോ മുഹമ്മദ് നബി? ഭാര്യമാരുണ്ടല്ലോ മുഹമ്മദ് നബിക്ക്, എന്നാ ഭാര്യമാരെ സുഖിക്കാൻ വേണ്ടി ഭൂമിയിൽ ജീവിച്ച ആളാണോ മുഹമ്മദ് മുസ്തഫ? അല്ല. അതൊക്കെ അവരിൽ ഉണ്ടാകാം, ചിലപ്പോൾ അല്ലാതെ ആവാം. പക്ഷെ അവരെ ലക്ഷ്യം എന്തല്ല? ഇവിടുത്തെ കാര്യം അവർ ചിന്തിക്കുകയേ ഇല്ല. അവരെ സദാസമയവും ചിന്ത എവിടെയായിരിക്കും? മേലെ ആയിരിക്കും. അള്ളാഹു അതാണ് ഇവിടുത്തെ ഇമാമിങ്ങൾ. ഈ ഇമാമിങ്ങൾ രണ്ട് വിഭാഗമാണ്. ഈ വിഭാഗത്തെ ഞാൻ രണ്ട് കൂട്ടരായി പരിചയപ്പെടുത്തുകയാണ്. അൽ അംബിയാ വൽ ഔലിയാ. ഇത് ഈ വിഭാഗമാണ്. അവര് ഇവിടെ അനുഭവിക്കാം, അനുഭവിക്കാതിരിക്കാം. എന്റെ കൂടെ വരണം കേട്ടാ, ഒന്ന് കേറി വാ. മനസ്സിലാവണില്ലേ പറഞ്ഞത്? അവരിവിടെ ജീവിക്കും, ജീവിക്കണ ഇവിടെ തന്നെ ദുനിയാവിൽ ഭൂമിയിൽ ജീവിക്കും. പക്ഷെ അവരുടെ ചിന്തയിൽ ഇവിടെ ഇല്ല. ചിന്ത എപ്പോഴും എവിടെയാണ്? പിന്നെ ഇവര് ഇവിടുത്തെ കാര്യം ആലോചിക്കണത് ഇഖ്വാന്റെ കാര്യത്തിൽ മാത്രമാണ്. അവർക്ക് പള്ളയെ പഴിച്ചാൽ അവർ ആലോചിക്കൂല, വേറെ ജാക്ക് വിഷന്നാൽ അവർക്ക് ബേജാറാവും. അതും അവിടേക്ക് നേട്ടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അവര് മനസ്സിലായില്ല, അവരെ വിശപ്പിനെ അവർ പരിഗണിക്കൂല, വേറുള്ളവരെ വിശപ്പിനെയാണ് അവര് പരിഗണിക്കുക. ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, സ്വന്തം മകള് മുത്ത് മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ സ്വന്തം മകള് വിശന്നിട്ട് രോഗിയായി. ആര്? ഫാത്തിമ ബീവി. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്ന് എന്നിട്ട് പറഞ്ഞു, മോളെ രോഗം എങ്ങനെയുണ്ട്? അപ്പോൾ പറഞ്ഞു, ഉപ്പ രോഗം കൂടാണ്. തിന്നാൻ പറ്റിയ ഒരു സാധനം ഈ പൊരയില് ഇല്ല, അതാണ് വിശപ്പിന് കാരണം. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഉടനെ എന്നാ ഞാൻ അങ്ങാടി പോയി എന്തെങ്കിലും കൊണ്ടുവരാ എന്ന വാക്ക് നബി പറഞ്ഞില്ല. നബി പറഞ്ഞു, അമാ തിർള ബി അന്നല്ലാഹ ജഅലകി സയ്യിദത നിസാഇ അഹ്ലിൽ ജന്ന. മോളെ, സ്വർഗത്തിലെ പെണ്ണുങ്ങളെ നേതാവിന്റെ സ്ഥാനത്ത് നേതൃമതിയാക്കിയിട്ട് പടച്ചോൻ എന്നെ നിശ്ചയിച്ചിട്ടുണ്ട്, അത് പോരെ എന്ന് പുണ്യ റസൂൽ മുസ്തഫ. അതായത് സ്വന്തം മകളെ വിശപ്പ് മാറ്റുന്ന കാര്യം നബി അവിടെ ആലോചിച്ചതേ ഇല്ല. അതാണ് ഒരു വിഭാഗം. അവർക്ക് നേതാവാണ് മുഹമ്മദ് മുസ്തഫ. അതിൽ കുറച്ച് ഇമാമിങ്ങളുണ്ട്. ആരാ ഇമാമിങ്ങൾ? അമ്പിയാക്കന്മാരും ഔലിയാക്കന്മാര്. അവര് അതന്നെ, അവരിവിടുത്തെ കാര്യം ആലോചിക്കൂല. ഉണുമുറക്കം അതൊന്നുമേ കൂടാതെ ഒരാണ്ടു കാലം പുറത്ത് നടന്നോവർ. നോക്ക്, ഉണുമുറക്കം അതൊന്നുമേ കൂടാതെ ഒരാണ്ടു കാലം പുറത്ത് നടന്നോവർ. 25 ആണ്ടോളം ചുറ്റി നടന്നോവർ. ഇരിയെന്ന ഏകൽ കേട്ടാരേരുന്നോവർ. ഉണുമുറക്കം അതൊന്നുമേ കൂടാതെ ഒരാണ്ടു കാലം പുറത്ത് നടന്നോവർ. തിന്നിട്ടുമില്ല, കുടിച്ചിട്ടുമില്ല, ഉറങ്ങിയിട്ടുമില്ല. ഒരാണ്ട് കാലം തിന്നിട്ടുമില്ല, തിന്നിട്ടുമില്ല, കുടിച്ചിട്ടുമില്ല. ഇന്നിപ്പോ നമ്മള് ഇപ്പൊ ഈ വരുന്ന വരവിൽ തന്നെ ചായ ഉണ്ടാക്കാൻ നേരം പകീന്റെ പേരിൽ പെണ്ണുങ്ങളോട് ചൂടായിട്ടാവും ഈ നാട്ടിലെ ഏറ്റവും വലിയ സ്വാലിഹ്യങ്ങളായി നമ്മൾ വരുന്നത്. മനസ്സിലായില്ല? ഈ നാട്ടിലെ ഏറ്റവും വലിയ സ്വാലിഹ്യങ്ങൾ നമ്മൾ തന്നെയല്ലേ, അല്ലാതെ ആരാണ്? കാരണം ഞായറാഴ്ച വരാത്തതിന്റെ പേരിൽ ബേജാറാകുകയാണ്. പടച്ചോനെ, ഞായറാഴ്ച വന്നാൽ ക്ലാസ്സിന് പോകായിരുന്നല്ലോ എന്ന് വിചാരിച്ച് ഖുർആന് തലയെ കയറ്റണമെന്ന് വിചാരിച്ച് നാട്ടിലെ ഏറ്റവും വലിയ പ്രധാനികളായ ആളുകളല്ലേ നമ്മള്. ചായ ഉണ്ടാക്കാൻ നേരം വൈകിയതിന്റെ പേരിൽ പെണ്ണുങ്ങളോട് ചൂടായിട്ടായിരിക്കും. എന്നിട്ട് പിന്നെ എന്ത് ചായ കൊടുത്തപ്പോൾ ഈ ചായ മാത്രമേ ഉള്ളൂ, എന്തെങ്കിലും ഒരു സാധനം കൂടി ഇതിന്റെ കൂട്ടത്തിൽ തരണ്ടേ? അപ്പൊ പെണ്ണുങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും, എന്നാ ഞാനൊരു നേന്ത്രക്കായ് എടുത്താലോ. നേന്ത്രക്കായ് ഒന്ന് കൊണ്ടുവന്നപ്പോൾ എൻ്റെ ഇവിടെ വേറെ ഒന്നുമില്ല, രണ്ടാമത്തെ നേന്ത്രക്കായും കിട്ടാത്തതിൽ ബേജാറായിട്ടായിരിക്കും. അതും കൂടി തിന്നിട്ടായിരിക്കും നമ്മൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ടാവുക. കുഴപ്പമൊന്നുമില്ല, നമ്മൾ ആവറേജിന്റെ താഴെയുള്ള ആളുകളാണ്. ഊണും നബിയല്ല ഈ മനുഷ്യൻ. ഊണും ഉറക്കം അതൊന്നുമേ കൂടാതെ ഒരാണ്ടു കാലം പുറത്തുനിന്ന് തിന്നിട്ട് തന്നെയല്ല, ഒരു കൊല്ലം തിന്നിട്ട് തന്നെയല്ല. അഷീഖ് മുഹീദ്ദീൻ അവരുടെ ആണ്ടാണ് ഈ മാസം 11-ാം തീയതി.
റബീഉൽ ആഖിർ 11-ാം തീയതിയാണ് ആര് വഫാത്തായത്? അഷേഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി റളിയല്ലാഹു. ഇനി വേറെ വിഭാഗം ആളുകൾ ഈ ദുനിയാവിൽ, ഇവർ ഇമാമിയങ്ങളാണ്. ഇതിൽ 2 വിഭാഗം ഇമാമിയങ്ങളുണ്ട്. അമ്പിയാക്കളുണ്ട്, ഔലിയാക്കൾ ഉണ്ടാകണം. എന്തുകൊണ്ട്? ഇങ്ങനത്തെ ആളുകൾ എന്നിവിടെ ഉണ്ടാകണം. നബിമാരെ സമാൻ ഒരു കാലത്ത് കഴിയും. അപ്പോൾ നാട്ടക്കുട്ടികളായ വെളിച്ചങ്ങളായി ആളുകൾ ഇവിടെ വേണം. അപ്പോഴേ മറ്റുള്ളവർക്ക് നേർമാർഗം സിദ്ധിക്കാൻ കഴിയുള്ളൂ. ഞാൻ വേറൊരു ടീമിനെയും കാണിച്ചു തരാം, എന്നിട്ട് വേറെ 2 ടീമിനെയും കാണിച്ചു തരാം. ഇനി വേറൊരു ടീം ആളുകൾ, അവര് ഇതിനിടയിൽ ഇങ്ങനെ ജീവിക്കും. അവര് ഇവിടുത്തെ കാര്യേ ചിന്തിക്കൊള്ളൂ. ഇവിടെ അവര് നില്ലാണ്. മനസ്സിലായില്ല? എങ്ങനെ സ്ഥലമുണ്ടെന്ന് പോലും ആലോചിക്കേല്ല. ആര്? ഒന്ന് പറയും ചങ്ങാതി. രണ്ടാമത്തെ വിഭാഗം ആളുകൾ അവര് ഇവിടുത്തെ കാര്യേ ആലോചിക്കൂ. എങ്ങനെ സുഖിക്കാൻ കഴിയും, എങ്ങനെ രസിക്കാൻ കഴിയും, എങ്ങനെ തിന്നാൻ കഴിയും, എങ്ങനെ നേടാൻ കഴിയും, ഇത് മാത്രമേ ചിന്തിക്കുള്ളൂ. അതിൽ അവർ പുതിയ പുതിയ മാർഗങ്ങളെ തേടും. ഇതിന്റെ ഇടയിൽ 2 വിഭാഗം ആളുകൾ ഉണ്ടാവും. ഇവിടെ 2 വിഭാഗം ആളുകൾ വേറുണ്ട്. അവര് ഇവിടെയും കാണും, ഇവിടെയും കാണും. ഇതിൽ ഒരു വിഭാഗം ആളുകൾ ഇവിടെയും കാണും, ഇവിടെയും കാണും. പക്ഷെ അവർ ഇവരെ കാണുന്നത് കൊണ്ട് ഏകദേശ ജീവിതത്തിൽ ഇത് മറന്നിട്ട് ഇവിടേക്ക് ആലോചിക്കും. ഇനി വേറെ കുറച്ച് ആളുകളുണ്ട്, അവര് ഇവിടെയും കാണും, ഇവിടെയും കാണും തുടക്കത്തിൽ. പക്ഷെ ഇവിടുത്തെ സുഖത്തിലാണ് മുഴുകിയതുകൊണ്ട് ഇവിടെയാണ് മറക്കും. അവർക്ക് നേതാക്കന്മാരാകും ഇവർക്ക് നേതാക്കന്മാരാകും പഠിച്ചോനെ. ഇതിനപ്പുറം ഇനി ചക്കങ്ങ കൊണ്ടേ തിരിക്കേണ്ടി വരും. 4 വിഭാഗം ആളുകളെ ഞാൻ കാണിച്ചു തന്നു. ഒന്ന് എൻ്റെ കൂടെ വരി, ഒന്ന് ഉഷാറായി ചിന്തിക്ക്. ലോകത്ത് ഇമാമിങ്ങൾ ജനങ്ങൾ 4 ജാതി. 1 ഭൂമിയിൽ ജീവിക്കും, പക്ഷെ മേലുള്ള കാര്യം മാത്രമേ ആലോചിക്കുള്ളൂ. അവർ അമ്പിയാക്കന്മാരുമാണ്, ഔലിയാക്കന്മാർ. എന്നാൽ അവർ ഭൂമി ജീവിക്കും, സുഖിക്കും. പക്ഷെ സുഖം അവരെ ചിന്തയിൽ ഉണ്ടാവില്ല, സുഖചിന്തയിൽ ഉണ്ടാവില്ല, ഭക്ഷണ ചിന്തയിൽ ഉണ്ടാവില്ല, സുഖം ചിന്തയിൽ ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. സുഖിച്ചാലും ഉണ്ടാവില്ല. ഈ രാത്രി ഞാൻ എൻ്റെ 100 ഭാര്യമാരെയും ശാരീരികമായി ബന്ധപ്പെട്ട് സംയോഗം ചെയ്യും എന്ന് പറഞ്ഞ് ദർബാറിൽ നിന്ന് രാത്രി ഇറങ്ങിപ്പോന്ന മനുഷ്യനാണ് 25 ആളിൽപ്പെട്ട ഒരു മഹാന് സുലൈമാൻ നബി. ഈ രാത്രി ഞാൻ എൻ്റെ 100 ഭാര്യമാരുമായി ജിമാകളെ ഗർഭം ധരിച്ചിട്ട് ആൺകുട്ടികളെ പ്രസവിച്ചിട്ട് അവര് എൻ്റെ കൂടെ അള്ളാന്റെ മാർഗത്തിൽ യുദ്ധത്തിന് പോരും എന്ന് പറഞ്ഞിറങ്ങുക. അപ്പൊ ലാസ്റ്റ് ലക്ഷ്യം എന്താ? ഈ ജിമായിനൊരു ലക്ഷ്യമുണ്ട്. എന്താ ലക്ഷ്യം? യുജാഹിദൂന ഫീ സബീലില്ലാഹ്. ഇതാ സുലൈമാന്റെ ലക്ഷ്യം. അല്ലാതെ ഓരോ 10-20 കൊല്ലണ്ടായ ഞാൻ ഗൾഫിക്ക് പറഞ്ഞിട്ട് ഇവിടെ ഇരുന്ന് മുടങ്ങുന്നല്ല. മനസ്സിലായില്ല? ഞാൻ എൻ്റെ ഭാര്യമാരെ സുഖം ആസ്വദിക്കുന്നു അല്ല. എന്താ പറഞ്ഞത്? ഭാര്യമാരുടെ അടുത്ത് പോയാലല്ലേ ഓക്ക് പള്ളിയിലുണ്ടാവുള്ളൂ. എന്തിനാ പള്ളിയിലുണ്ടാണ്? ആൺകുട്ടികളെ പ്രസവിക്കാൻ. എന്തിനാ ആൺകുട്ടികളെ പ്രസവിക്കുന്നത്? ഒന്ന് കേറി വരും മനുഷ്യന്മാരെ. എന്തിനാ ആൺകുട്ടികളെ പ്രസവിക്കുന്നത്? എവിടെ ഉണ്ട് അരിയത്ത് മോലിയരെ? ബുഖാരിയിലുണ്ടെങ്കിൽ സ്വഹീഹുൽ ബുഖാരി അടക്കം ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഈ അവര് സുഖിക്കണില്ലേ? ഉണ്ട്. പക്ഷെ ഇവിടുത്തെ സുഖം അവരെ ചിന്തയിൽ ഇല്ല. അവരിവിടെ ഭാര്യയുടെ മേലെ ആണ് അവരെങ്കിലും അവരെ മനസ്സിവിടെ ഒന്നും അല്ല. അങ്ങനെ ഒരു വിഭാഗം ആളുകളുണ്ട്. ആ ആളുകൾ ഇവിടെ ജീവിക്കുമെങ്കിലും ഇവിടുത്തെ കാര്യം അവരെ നഫ്സിനെ ബാധിക്കൂല. നേരെ മറിച്ച് നിങ്ങൾക്കോ എനിക്കും പട്ടിണിയാണെന്ന് പറഞ്ഞാൽ അവര് വന്നിട്ട് പട്ടിണി തീർക്കാൻ സഹായിക്കും. അവര് മാസങ്ങളായി പട്ടിണി നടക്കും, അവർക്കത് വിഷയമല്ല. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? അവര് ഈ ദുനിയാവിലെ ഭക്ഷണത്തിനെ പറ്റി ആലോചിക്കുന്നത് അവർക്ക് ഭക്ഷണം ഇല്ലാതെ ആവുമ്പോഴല്ല, വേറുള്ളവർക്ക് ഭക്ഷണം ഇല്ലാതെ ആവുമ്പോഴാണ്. അള്ളാഹു തആല അത്രയും മഹാന്മാരെ കാണാൻ നമുക്ക് തൗഫീഖ് തരട്ടെ. ഈ വിഭാഗം 2 വിഭാഗമാണ്. ഒന്ന് അമ്പിയാക്കന്മാര്, ഒന്ന് ഔലിയാക്കന്മാർ. അവർ ഭൂമിയിൽ ജീവിക്കുകയാണ്, പക്ഷെ അവർ ഭൂമിയിലെ കാര്യം അവരെ നഫ്സിൽ ആലോചിക്കൂല. അവരെ നഫ്സിൽ എന്താ ആലോചിക്കുക? ആകാശത്തിനപ്പുറം എല്ലിയനുണ്ട്, സ്വർഗമുണ്ട്, നരകമുണ്ട്. ഇതേ അവരെ ആലോചിക്കേയുള്ളൂ. അള്ളാഹു തആല ആ മഹാന്മാരെ കാണാനെങ്കിലും നമുക്ക് തൗഫീഖ് തരട്ടെ. ഇടക്കുണ്ടാവും അങ്ങനത്തെ മനുഷ്യന്മാരുണ്ടാവും. ഇനി വേറൊരു കൂട്ടരുണ്ട്. 2ാമത്തെ കൂട്ടർ ഞാൻ കാണിച്ചു തന്നു. ആ വിഭാഗത്തെ പറ്റിയാണ്. ആദ്യം പറഞ്ഞ വിഭാഗമാണേത്?
ആദ്യം പറഞ്ഞ വിഭാഗമാണ് ഉലൈകല്ലദീന വജഅൽനാഹും അഇമ്മതൻ യഹ്ദൂന ബിഅംരിനാ ലമ്മാ സബറൂ. വജഅൽനാഹു അഇമ്മതൻ, അമ്പിയാക്കന്മാരെ പറഞ്ഞുകൊടുത്ത ഖുർആൻ പറയുന്ന ഒരു വാക്കാണ് വജഅൽനാഹും അഇമ്മ, ഞാൻ അവരെ ഇമാമുകളാക്കി മാറ്റിയിട്ടുണ്ട്. യഹ്ദൂന ബിഅംരിനാ, നമ്മളെ കൽപ്പന അനുസരിച്ചാണ് അവർ ജീവിച്ചത്. അവരും ഇമാമാണ്. ആരും ഇമാമാണ്? ഇപ്പൊ ഒരായത്ത് തോന്നുന്നുണ്ടല്ലോ, ആരെ പറ്റി? പാറ കുട്ടി, ആരെ പറ്റി? ഫിറഔന്റെ അവരും ഇമാമാണ്, അവർ മറ്റൊരു ഇമാമാണ്. അപ്പൊ രണ്ട് കൂട്ടരെ കുറെ ഇമാമാന്ന് പറഞ്ഞു, അമ്പിയാക്കന്മാര് ഇമാമാന്ന് പറഞ്ഞു. പറ, ഫിറഔന്മാര് ഇമാമാണ്. ഇപ്പൊ തമ്മിൽ വ്യത്യാസം എന്താ? ഇമാമ് പറഞ്ഞ എന്താ? ബാക്കിൽ കുറച്ച് ആളുകളുണ്ട്, ആ ആളുകൾ ഇമാമിനെ നോക്കിയാണ് ജീവിക്ക. മനസ്സിലായോ? ഒന്ന് കേറി വാ. ഇമാമ് എന്ന് പറയുമ്പോ എന്താ? അയാൾക്ക് ആരുണ്ടാവും? മഅ്മൂം ഉണ്ടാവും. മഅ്മൂമില്ലാതെ ഇമാം ഉണ്ടാവോ? യാ പടച്ച തമ്പുരാനെ, ഒന്ന് ബുദ്ധി തുറന്നു കൊടുക്ക് റബ്ബേ. മഅ്മൂം ഇല്ലാതെ ഇമാമുണ്ടോ? ഞാൻ ഒറ്റക്ക് നിസ്കരിക്കുമ്പോ, ഞാൻ ഇവിടെ ഒറ്റക്ക് നിസ്കരിക്കുകയാണെങ്കിൽ ആ ഇമാമാരാന്ന് അറിയോ? ഇന്റെ ബാക്കിൽ 4 ആളോ ഒരാളോ ഉണ്ടായാലല്ലേ ഞാൻ ഒരാവുള്ളൂ. ഞാനിവിടുന്ന് ഇറങ്ങും. പറയുന്ന മാനെന്താ? ഇവരെ ബാക്കിൽ കുറെ ആളുണ്ടത്. പാറ അന്തം വിട്ട് നടക്കണ്ട. ഇത് രണ്ടു കൂട്ടർക്കും ഉണ്ടാവും. അമ്പിയാക്കന്മാരെ ഔലിയാക്കന്മാരെ പറ്റിയും പറഞ്ഞിട്ടുണ്ട്, പിന്നെ ആരെ പറ്റിയും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ മനസ്സിലാക്ക, ഈ കൂട്ടർക്കും ഇവിടെ മഅ്മൂമുണ്ട്, മറ്റേ കൂട്ടർക്കും മഅ്മൂമുണ്ട്. അപ്പൊ മൊത്തം ജനങ്ങൾ എത്ര വിഭാഗവും? അങ്ങനെയാണ് പറഞ്ഞാളാ. അപ്പൊ ഞാൻ ഖുർആനിൽ 2 ആയത്ത് കാണിച്ചിരുന്നു. ഇന്റെ കൽപ്പന അനുസരിച്ച് ജീവിച്ച് ഇമാമായ ആളുകള് അമ്പിയാക്കന്മാരും ഔലിയാക്കന്മാരും. അവർ ഇമാമാവുമ്പോ അവർക്കാരുണ്ട്, മഅ്മൂമുണ്ട്. ഈ മഅ്മൂമിന്റെ അവസ്ഥ എന്താ? ഈ മഅ്മൂമ് ആവറേജാ, ഇവിടെ ജീവിക്കും. പെണ്ണുങ്ങൾ വേണമെന്നുണ്ട്, പറഞ്ഞോട് രാവിലെ ചായയും പുട്ടും കിട്ടണമെന്നുണ്ട്, പള്ളിയിൽ പൈസ ബേജാറുണ്ട്. മനസ്സിലായോ? ഉച്ചക്ക് ചോറ് കിട്ടണമെന്നുണ്ട്. പക്ഷേ ഇവർക്ക് ഇമാമായി ഇവരാരെയാ സ്വീകരിച്ച്? അമ്പിയാക്കന്മാര് ഔലിയാക്കന്മാര് ആയത് കൊണ്ട് അവരെ പിന്നാലെ നിൽക്കുന്നത് കൊണ്ട് അള്ളാഹ്ക്കെതിരായ കാര്യത്തിൽ ഭക്ഷണം കഴിക്കൂല, അള്ളാഹ്ക്കെതിരായ കാര്യത്തിൽ സുഖിക്കൂല. അതായത് തിന്നാൻ കിട്ടുന്ന രീതിയാണ് തോന്നിയത് മുഴുവൻ തിന്നൂല, തിന്നാൻ കിട്ടുന്ന രീതി കള്ളത്തരം കാണിക്കൂല. കാരണം ഇവരെ ഇമാമിങ്ങളാരാ? അമ്പിയാക്കന്മാരും ഔലിയാക്കന്മാരും. പറഞ്ഞത് മനസ്സിലായോ? ഇനി രണ്ടാമത്തെ ഒരു ടീം. ഇപ്പൊ നമ്മളെ പോലെ, നമ്മൾ അള്ളാഹു തആല ആ കൂട്ടത്തിൽ ചേർക്കട്ടെ. നമ്മൾ നബിയാണോ? അല്ല. വലിയാണോ? അല്ല. പിന്നെ ഇവിടെ പെണ്ണുങ്ങൾ വേണമെന്നുണ്ട്, കുട്ടികൾ വേണമെന്നുണ്ട്. 2 കഷ്ണമോ 3 കഷ്ണം കിട്ടിയ അൽഹംദുലില്ലാ, പുട്ടും ചായയും രാവിലെ മനുഷ്യന്മാരെ കിട്ടണമെന്നുണ്ട്. അത്യാവശ്യം വല്ല പണിക്കും പോകണമായതാണെങ്കിൽ പൊറാട്ട ഇട്ടിയാലും വിരോധമല്ല, അങ്ങനെ ഉണ്ട്. ബീഫായാലും അൽഹംദുലില്ലാ, മട്ടൺ ആണെങ്കിൽ അതിനേക്കാൾ അൽഹംദുലില്ലാ, കോഴിയാണെങ്കിൽ കുഴപ്പമില്ല, നാടൻ കോഴിയാണെങ്കിൽ വലിയ ഇഷ്ടം. മനസ്സിലായില്ല? നമ്മളൊക്കെ എവിടുത്തെ ആളുകളാ? പറ എവിടുത്തെ ആളുകളാ? ഇവിടുത്തെ ആളുകളാ. പക്ഷേ ഇവിടുത്തെ ആളാണെങ്കിൽ പോലും നമ്മക്ക് ഇമാമിങ്ങളുണ്ട്. ആര്? നമ്മൾ ഇമാമായി സ്വീകരിച്ച് 2 കൂട്ടരെ ഇമാമാക്കാം. ഇവിടെ 2 കൂട്ടരെ ഇമാമായി ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അമ്പിയാക്കന്മാരെ ഇമാമായി പറഞ്ഞിട്ടുണ്ട്, ഫിറഔന്മാരെ ഇമാമായി പറഞ്ഞിട്ടുണ്ട്. അമ്പിയാക്കന്മാരെയാണ് നമ്മൾ ഇമാമായി സ്വീകരിച്ചത് കൊണ്ട് നമ്മൾ കണ്ടത് മുഴുവനും കൂടിയാണ് തിന്നൂല, കണ്ടത് മുഴുവനും കൂടി വായൂല. നമ്മൾ 10 പൈസ ഇല്ലാതെ നേരത്തെ ഇങ്ങനെ നിൽക്കാണ്. ആ നേരത്തെ ഒരാൾ വന്നാണ്ട് നമ്മളോട് പറഞ്ഞ്, എടാ ഒരു പണിയുണ്ട്. എന്താ പണി? പിന്നെ കുണ്ടിൽപേട്ട നിന്ന് കുറച്ച് സാധനം വരുന്നുണ്ട്, കേരളത്തിൽ കുറച്ച് കഞ്ചാവ് വരുന്നുണ്ട്. നമ്മൾ അങ്ങനെ പോയിട്ട് അതിലങ്ങനെ പോയി ആ വഴിക്കൊക്കെ അങ്ങോട്ട് പോയിട്ട് എന്ത് ചെയ്താൽ മതി? നമ്മളെ ജീപ്പും കൊണ്ടോ മറ്റോ പോയിട്ട് നമുക്ക് അവർ സാധനം ലോഡ് ചെയ്ത് തരും. നമ്മൾ ഒരു ഇതിൻ്റെ ഒന്നും ആളുകളല്ലാന്ന കോലത്തിൽ ബോർഡറാണ് കഴിച്ചു കൊടുത്താൽ ഒരു 2 ലക്ഷം ഉറുപ്പ്യ കിട്ടും, അല്ലെങ്കിൽ 3 ലക്ഷം ഉറുപ്പ്യ കിട്ടും എന്ന് നമ്മളോട് പറഞ്ഞു എന്ന് സങ്കല്പിക്കുക. 10 പൈസ എല്ലാവരും നിൽക്കുവാണ്, 10ന്റെ പൈസ നമ്മളെ കയ്യിലില്ല. ആ സമയത്ത് ഒരാൾ പറഞ്ഞു, കഞ്ചാവ് ബോർഡർ കടത്തി കൊടുത്താൽ, ഒരു 2 കിലോ കഞ്ചാവ് ബോർഡർ കടത്തി കൊടുത്താൽ 2 ലക്ഷം ഉറുപ്പ്യ കിട്ടും എന്നൊരാൾ പറഞ്ഞാൽ
നമ്മൾ അവനോട് പറയും, എന്ത് ഇന്നോട് പറഞ്ഞിട്ടില്ല, ഞാനോട്ട് കേട്ടിട്ടില്ല, ജാളം വേറെ നോക്കി ഇന്നെ പറ്റൂല അറിയും. എന്തുകൊണ്ട്? നമ്മൾ നബിയാണോ? അല്ല. വലിയാണോ? അല്ല. നമ്മൾ ഇവിടുത്തെയാണ് ജീവിക്കുന്നതെങ്കിലും നമ്മളെ ചിന്തയിൽ ഇമാമ് മറ്റൊരായതുകൊണ്ട് എവിടെ വരുന്നുണ്ട്? മേലെ വരുന്നുണ്ട്. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ. അവിടുന്ന് താഴത്തേക്ക് പോകരുത്, അതിന്ന് താഴത്ത് പോയാൽ കഴിഞ്ഞ്. മനസ്സിലാവണില്ലേ പറഞ്ഞേ? ഇനി രണ്ടാമത്തെ കൂട്ടര്, അവർക്ക് ഇമാമ ആരാ? അവർക്ക് ഇമാമ ആരാ? ഫിറൗനാണ്, നമ്രൂദാണ്. അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. ഇന്ന് ജീവിക്കുന്ന ഫിറോന്മാർ വേറെയുണ്ട് കുറെ, അവരാണ്. പേര് ഞാൻ എണ്ണണില്ല, നിങ്ങൾക്കറിയാലോ ഒന്ന് ജീവിക്കുന്ന ഫിറോന്മാർ. അവരായത് കൊണ്ട് അവരെ ചിന്തയിൽ എവിടെ വരൂല, മേലെ വരന്നല്ല. അവര് അന്വേഷിച്ച് നടക്കുക എന്തായിരിക്കും എന്നറിയോ? എടോ കഞ്ചാവ് കടത്താണ്ടെങ്കിൽ ഞാൻ പോരാൻ തയ്യാറാണ്. മനസ്സിലായില്ല? കഞ്ചാവ് കടത്താണ്ടെങ്കിലും പറഞ്ഞോ, ചിലപ്പോ എന്റെ പേര് മുഹമ്മദ് ആയിരിക്കും. ഒരു നാട്ടിൽ ഒരാളുടെ പേര് സിനിമാൽ ഡാഷ് ഹാജി എന്നായിരുന്നു. അങ്ങനെയാണ്, പേര് പറയൂല. ഞാൻ അറിയുന്ന ഒരു നാട്ടിൽ ഒരാളുടെ പേര് സിനിമാൾ ഡാഷ് ഹാജി എന്നാണ്. ഡാഷിന്റെ പേര് പറയില്ല. മനസ്സിലായില്ല? ആ നാട്ടിലെ സിനിമകൾ മരിക്കണവരെ മൂപ്പരുതായിരുന്നു. മൂപ്പര് ആരുമാണ്? പറയുടെ ചങ്ങാതി. മൂപ്പര് ആരാണ്? ആജി എന്ന് പറഞ്ഞ ഇതിലെ കൊടുവള്ളി കൂടെ കുത്തിമറിഞ്ഞ് നടന്ന ആജി ആവുമോ? ആജി ആകണമെങ്കിൽ എവിടെ പോണ്ടേ? ഒന്ന് പറയുടെ ചങ്ങാതി. മുക്കത്ത് പോയി വന്ന ആജി ആവൂലല്ലോ, എവിടേക്കന്നെ പോണം? മക്കത്ത് പോയി വന്നോ? മക്കത്ത് പോയി വന്ന ആജി ആയ ഒരാളെ പറ്റി ഒരു ജനത, ഒരു നാട്ടിൽ മരണം വരെ അയാളെ പറ്റി ഇപ്പോഴും പറയാ, മരിച്ചുപോയി, ഈ പറഞ്ഞ ആള് മരിച്ചും പോയി. ആ ആളെ പറ്റി പറയാ സിനിമാൾ ഡാഷ് ഹാജീന. ഡാഷ് ഞാൻ പറയില്ല, അതിന് പരിസരത്ത് ഇങ്ങനെ നമ്മൾ മലബാറിലുണ്ടത്. പറയുമ്പോഴത്തേന് ആളുകൾക്ക് തിരിയും. ഞാൻ അതിന്റെ പേരിൽ ഒരു കുഴപ്പമുണ്ടാണ്ടെന്ന് വിചാരിച്ചിട്ടാണ് പറയാത്തത്. സിനിമാൾ ഡാഷ് ഹാജി. എന്തായിരുന്നു മൂപ്പരെ പരിപാടി? എന്തായിരുന്നു പരിപാടി? സിനിമ ഹാളുണ്ടാക്കിയിട്ട് അയിമ ജീവിക്ക. അയാൾ ആരുമാണ്? ആജിയാണ്. എന്തുകൊണ്ടാണ് മൂപ്പര ആജിയായിട്ടും ഇങ്ങനെ ആയത്? മൂപ്പര ഇമാമ് മൊഹീദ്ദീൻ ഷെയ്ഖ് അല്ല, മൂപ്പര ഇമാമ് റിഫായി ഷെയ്ഖ് അല്ല, മൂപ്പര ഇമാമ് ഈ ജാതി കുറച്ച് സൈത്താന്മാരാണ്. അള്ളാഹു തആല നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. അത് ഈ കൂട്ടത്തിലുണ്ടാവും, മറ്റേ കൂട്ടത്തിൽ ഏതായാലും ഉണ്ടാവും. മുസ്ലിമിൽ തന്നെ ഉണ്ടാവും. ദുനിയാവിന് ആണ് വില, എന്തിനല്ല? ആഖിറത്തിന് വിലയില്ല. അങ്ങനത്തെ ആളുകൾ ഉണ്ടാവും. കൽബുണങ്ങിപ്പോയി, കാണേണ്ടവരെ കണ്ടില്ല, എന്നാൽ കാണാൻ പാടില്ലാത്തവരെ കണ്ടു ചെയ്തു. കാണേണ്ടവരെ കണ്ടില്ല, കാണാൻ പാടില്ലാത്തവരെയാണ് കാണുന്നത്. 4 വിഭാഗം ആളുകൾ, മൊത്തം ജനങ്ങൾ 4 വിഭാഗം. ഒന്ന്, അവർ ദുനിയാവിൽ ജീവിക്കും, പക്ഷെ അവർ സ്വന്തം കാര്യത്തിൽ ദുനിയാവിനെ പറ്റി അവര് ആലോചിക്കൂല. അവര് എപ്പോഴും മേലേക്ക് ചിന്തിച്ചുകൊണ്ടേയിരിക്കും. അള്ളാഹു തആല അത്തരം ആളുകളെ കണ്ടെത്താൻ നമുക്ക് തൗഫീഖ് തരട്ടെ. ഇന്നും ഉണ്ട് അങ്ങനത്തെ ആളുകൾ, ഇന്നും ധാരാളം ഉണ്ട്. ഇല്ലെങ്കിൽ ഈ ഭൂമി നിലനിൽക്കൂല. രണ്ടാമത്തെ വിഭാഗം ആളുകൾ, അവരും എമ്പാടും ഭൂമിയിലുണ്ട്. ഇന്ന് അവർ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു ആ അവസ്ഥയെ തൊട്ട് നമ്മളെ കാത്തി രക്ഷിക്കട്ടെ. ഇന്ന് അത്തരം ആളുകൾ അധികരിച്ചു കൊണ്ടേയിരിക്കുകയാണ്. എന്താണ് അവരുടെ ലക്ഷ്യം? അവർ ദുനിയാവിൽ ജീവിക്കും. ദുനിയാവേ പറയൂ. ഇങ്ങോട്ട് നോക്ക്, ഞങ്ങൾക്ക് 2 കൂട്ടർക്ക് ഒരു തെളിവും കൂടി പറഞ്ഞുതരാം. രണ്ടാമത്തെ പോയിന്റിലേക്ക് ഇറങ്ങാൻ പോണിട്ടാ. അമ്പിയാക്കന്മാർക്ക് ധനം അനന്തരമാവുകയില്ല. മുത്ത് മുഹമ്മദ് മുസ്തഫ വഫാത്തായി. ഫാത്തിമ ബീവിയെ കണ്ടിട്ട് സിദ്ദീഖുൽ അക്ബർ പറഞ്ഞു, ഫാത്തിമ ദാരിദ്ര്യം തന്നെയാണ്, പക്ഷേ ഒന്നും തരാൻ നിർവാഹമില്ല. അമ്പിയാക്കൾക്ക് അനന്തരമില്ലല്ലോ. ആര് പറഞ്ഞു? ആരോട്? സിദ്ദീഖുൽ അക്ബർ പറഞ്ഞു. ആരോട്? ഫാത്തിമ ബീവിയോട്. ഫാത്തിമ ബീവി എന്ന് പറഞ്ഞാൽ പാട്ടിന് കടന്ന് കഷ്ടപ്പെടുന്ന കാലത്ത് സിദ്ദീഖുൽ അക്ബർ പറയാണ്, ഫാത്തിമ ഒരു കാര്യത്തിൽ നിർവാഹമല്ല. കാരണം അമ്പിയാക്കൾക്ക് അനന്തരമില്ല എന്ന് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. സിദ്ദീഖുൽ അക്ബർ റസൂലുള്ള വഫാത്തായിട്ടതിന് ശേഷം പട്ടിണി കിടന്നിട്ട് 6ാമത്തെ മാസം മരിച്ചു ഫാത്തിമ ബീവി. 29ാമത്തെ വയസ്സിൽ. ലോകത്തെ അതിസുന്ദരി, ആരോഗ്യത്തിൽ ബമ്പൻ ആരോഗ്യം. എന്താ ആരോഗ്യം? ഇന്റെ മോൾക്ക് ഹൈലുണ്ടാവൂല, കാരണം അവളെ തടി ഹൂറുല്ലിന്റെ തടിയാണെന്ന് മുഹമ്മദ് മുസ്തഫ. അസ്മാ ബീവി ഹസനെ
ആ ഫാത്തിമ പ്രസവിച്ച സമയത്ത് റളിയല്ലാഹു അൻഹ അസ്മാ ബീവിയാണ് കുട്ടിയെ വയറ്റാട്ടിയായിട്ട് പെണ്ണുങ്ങൾ സഹായിക്കുമല്ലോ, മനസ്സിലായില്ല. പ്രസവം എടുക്കാൻ വേണ്ടി ഈറ്റെടുക്കാന്ന് പറയും. ഈറ്റെടുക്കാൻ വേണ്ടി നിൽക്കുന്നത് സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ മൂത്ത മകളായ അസ്മാ ബീവിയാണ്. അങ്ങനെ അസ്മാ ബീവി ഈറ്റെടുത്ത് കുട്ടിയെ എടുത്തതിന് ശേഷം പിന്നെ റസൂലുള്ളാഹിനോട് പോയി പറയാം, അജബൻ യാ റസൂലല്ലാഹ് ലം നറ മിൻഹാ ദമൻ, ഫാത്തിമക്ക് ഒരു തുള്ളി രക്തമുണ്ടായില്ലല്ലോ നബിയെ, അത്ഭുതമാണ്. ഒരു വഖത്ത് പ്രസവിച്ചിട്ടോ മറ്റോ ഒരു വഖത്ത് നിസ്കാരം കളയായിട്ടില്ല. ആർക്ക്? ഫാത്തിമ ബീവിക്ക് ഒരു വഖത്ത് കളയായിട്ടില്ല. ഒരു വഖത്ത് ജീവിതത്തിൽ നിസ്കാരം കളയായിട്ടില്ല. ഒരു സാധാരണ പെണ്ണിന് 6-7 ദിവസം ഒരു മാസത്തിൽ എന്തുണ്ടാവും? കളയല്ലല്ലോ, നിസ്കാരം പോകും. ഒരു വഖത്ത് നിസ്കാരം കളയായിട്ട് പോലുമില്ല. ആർക്ക്? ഫാത്തിമ ബീവിക്ക്. എന്തുകൊണ്ട്? ഹൈലുല്ല നിഫാസുല്ല. അത് വന്നിട്ട് അസ്മാ ബീവി വന്ന് പറയാണ് ആരോട്? നബിയോട്. അപ്പൊ നബി പറയാണ്, എന്ത്? എന്റെ മോളെ കാര്യത്തിൽ നിങ്ങൾ വഞ്ചിതനാകുന്നതില്ല. ആദമിയ വലാകിൻ ശബീഹത്തും ബിൽ ഹൗറാഇ. ആദമിയ, അവള് മനുഷ്യ പെണ്ണാണെങ്കിലും ശബീഹത്തും ബിൽ ഹൗറാഇ, അവളെ തടിയോടെ ബന്ധം എന്തിനോടാണ്? ഉറുലിങ്ങളോടാണ്. ഉറുലിങ്ങൾക്ക് ഗർഭം ഉണ്ടാവില്ല, പ്രസവ രക്തം ഉണ്ടാവില്ല, ഗർഭം ഉണ്ടാവില്ല, പിന്നെ എന്തുണ്ടാവില്ല? ഹൈദ് രക്തം ഉണ്ടാവില്ല. ആർക്ക്? ഇവൾ ആദമിയത്താണെങ്കിലും ശബീഹത്തും ബിൽ ഹൗറാ, ഹൂറുലിങ്ങളെ പോലത്തെ പെണ്ണാണ്. ആര്? ഫാത്തിമാണ്. മുത്ത് മുഹമ്മദ് മുസ്തഫ. റസൂലുള്ള വഫാത്തായി, ദാരിദ്ര്യം കലശലായി. ലം തൽഹഖ് ബഅദു, റസൂലുള്ള മരിച്ചിട്ട് ഒരു ദിവസം പോലും ഫാത്തിമ ബീവി ചിരിച്ചിട്ടില്ല. ഒരു ദിവസം ചിരിച്ചിട്ടില്ല. ഇല്ല വഖല ഖബ്ലതിഹാ ഇസ്രായീൽ, ഇസ്രായീൽ റൂഹിനെ പിടിക്കുമ്പോൾ മാത്രമാണ് ചിരിച്ചത്. എന്ത് പറഞ്ഞ് ഹബീബായ റസൂലുള്ള വഫാത്തായിട്ട് ചിരിച്ചിട്ടില്ല. ആര്? ഫാത്തിമ ബീവി. എപ്പോഴാ ചിരിച്ചത്? ആകെ സയ്യിദുനാ ഇസ്രായീൽ അലൈഹിസ്സലാം അവരെ റൂഹിനെ പിടിക്കണ നേരത്താ ചിരിച്ചത്. പിന്നെ ഫകാന മയ്യിതുഹാ മുതബസ്സിമ, പുഞ്ചിരി കിടക്കണം മയ്യിത്തായിരുന്നു മഹദിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ. നിങ്ങൾ ചിന്തിക്ക്, അവർക്ക് ദുനിയാവ് വിഷയം തന്നെ അല്ല, ഒന്നും വിഷയമല്ല. ദുനിയാവിൽ അവർ ജീവിക്കണമെങ്കിൽ അവർക്ക് വിഷയം തന്നെ അല്ല. അവരെ ഉപ്പാക്ക് അനന്തര സ്വത്തന്നല്ല. ശരി, ഇനി വിഷയത്തിലേക്ക് തിരിച്ചു വരി. ഇവിടെ നോക്ക്. ഫിർഔൻ ചത്തു. എന്താ അനന്തരം? അനന്തരപ്പത്തിന് ആയത്തുണ്ടല്ലോ, കം തറാക്കു. ഈ വിഭാഗത്തിന് അനന്തരം തന്നെയല്ല. ഈ വിഭാഗത്തിന് ദുനിയാവിൽ എന്തില്ല? അവരെ അനന്തര സ്വത്ത് ഇൽമാണ്. ആരുടെ? ഒന്ന് പറയും മനുഷ്യന്മാരെ, അമ്പിയാക്കന്മാരെ അനന്തര സ്വത്ത് ഇൽമാണ്. ഇനി മറ്റേ വിഭാഗം ഫിറഔന്മാര്, അതും ഇമാമിങ്ങളാ. വജഅൽനാഹും അഇമ്മ, അവരെയും അല്ലാഹു തആല ആരാക്കിയിട്ടുണ്ട്? ഇമാമാക്കിയിട്ടുണ്ട്. ഫിറഔന്മാര് എന്താണ് അവരുടെ അനന്തര സ്വത്ത്? അവരെ അനന്തര സ്വത്ത് കം തറക്കും മിൻ ജന്നാത്തിൻ, തോട്ടങ്ങൾ, പിന്നെ വഅയൂനിൻ, കുളങ്ങൾ, പിന്നെ വസുറൂഇൻ, കൃഷിസ്ഥലങ്ങൾ, വമഖാമിൻ കരീം, കണ്ണഞ്ചുന്ന മനോഹരമായ കെട്ടിടങ്ങൾ. അല്ലാഹ്. വനഅമത്തിൻ കാനൂ ഫീഹാ ഫാകിഹീൻ, രസദായകമായ ജീവിതത്തിലെ മുന്തിരിച്ചാറ് പോലത്തെ അനുഭവവേദ്യമായ വസ്തുക്കൾ. ഇതാണ് അനന്തരം. ആരുടെ? ഫിറഔന്മാരുടെ എന്ന് ദുഖാൻ സൂറത്തിലുണ്ട്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. എന്തുകൊണ്ട്? അവരെ ചിന്തയിൽ എന്തില്ല? മോൾബാല്ല, എന്തേ ഉള്ളൂ. ഇനി ഇതിന്റെ ഇടയിൽ 2 വിഭാഗം ആളുകളുണ്ട്. നമ്മള് മനസ്സിലായ പ്രധാനം. ഈ വീട്ടിൽ മുഹമ്മദ്, ആ വീട്ടിൽ അബ്ദുറഹ്മാൻ. 2 സങ്കല്പിക്കുക. ഇവിടെ മുഹമ്മദ്, അവിടെ അബ്ദുറഹ്മാൻ. മുഹമ്മദ് കൃഷി ചെയ്യും, അബ്ദുറഹ്മാനും കൃഷി ചെയ്യും. ഈ മുഹമ്മദിന്റെ ഇമാമ് സിദ്ദീഖുൽ അക്ബർ, മുഹീദ്ദീൻ ഷെയ്ഖും റസൂലുള്ളയും അങ്ങനെയാണ്. അബ്ദുറഹ്മാന്റെ ഇമാമ അങ്ങനെയൊന്നല്ല. അബ്ദുറഹ്മാന്റെ ഇമാമ മനസ്സുകൊണ്ട് ഫിറഔന. അതായത് മുഹമ്മദിന്റെ ചിന്ത എപ്പോഴും സ്വർഗ്ഗ. എന്നാലും മൂപ്പർക്ക് എന്തുണ്ട്? ഒന്ന് എന്റെ കൂടെ വരി, ഇപ്പൊ നിങ്ങൾക്ക് തോട് ഞാൻ പൊട്ടിച്ചു തരും. 2 ആളഞ്ഞതിനിടയിൽ ഞാൻ 2 ആളെ കാണിച്ചു തരാം. ആരടയിൽ 2 ആളെ? അമ്പിയാക്കന്മാരുടെയും ഫിറഔന്മാരുടെ. അമ്പിയാക്കന്മാരും ഇമാമിയങ്ങളാണ്, ഫിറഔന്മാരും ഇമാമിയും. ഞാൻ അതിന്റെ ഇടയിൽ 2 വിഭാഗം ആളുകൾ. അതിന് ഞാൻ ഉദാഹരണം പറയാണ്. നമ്മളെ കൂട്ടത്തിൽ തന്നെ ഉദാഹരണം പറയാ.
ഒരു മുഹമ്മദും ഒരു അബ്ദുറഹ്മാനും അടുത്തടുത്ത കൃഷിക്കാരാണ്. മുഹമ്മദും കൃഷിക്കാരനാണ്, അബ്ദുറഹ്മാനും കൃഷിക്കാരനാണ്. പക്ഷെ മുഹമ്മദ് കൃഷിക്കാരനാണെങ്കിലും ചിന്ത മുഴുവനും മുകളിലാണ്. അബ്ദുറഹ്മാന് മുകളിൽ കൃഷി ചിന്തയില്ല. അതുകൊണ്ട് മുഹമ്മദിന്റെ കൃഷിയിൽ പാടത്ത് വെള്ളമില്ലെങ്കിലും അപ്പുറത്ത് മെല്ലെ രാത്രി പോയിട്ട് മറ്റോന്റെ കൃഷിയിൽ നിന്ന് വെള്ളം കുത്തി തുറക്കൂല. ഇത് ഉണങ്ങിയാൽ പോയിക്കോട്ടെ വിചാരിക്കും. അബ്ദുറഹ്മാന് മക്കളെയും കൂട്ടി നട്ടപ്പാതിരക്ക് എന്ത് ചെയ്യും? മനസ്സിലായില്ല. ഇങ്ങോട്ട് ഇറങ്ങിയിട്ട് നേരം വെളുക്കുമ്പോഴത്തിന് ഓന്റെ പാടത്ത് വെള്ളം നിറക്കും. എന്നിട്ട് ഒന്നും അറിയാത്ത മാതിരി കുത്തിരിക്കും. മനസ്സിലായില്ല. എന്തുകൊണ്ട്? ആരാന്റെ വെള്ളം കുത്തി തുറന്നാൽ, ആരാന്റെ വെള്ളം കൊണ്ട് നമ്മളെ കൃഷി നിറച്ചാൽ ഇവിടുത്തെ കൃഷി നന്നാവും, പക്ഷെ അവിടുത്തെ കൃഷി കുടുങ്ങും എന്ന കാര്യം ആരെ ചിന്തയിലില്ല. അബ്ദുറഹ്മാന്റെ ചിന്തയില്ല. എന്നാ രണ്ടാളും കൊടുവള്ളി സിറാജിലെ മദ്രസയിൽ നിന്ന് 5ാം ക്ലാസ് പാസ്സായവരുമാണ്. ഒരാൾക്ക് ഇമാമ മൊഹീദ്ദീൻ ഷെയ്ഖായി, റിഫായ് ഷെയ്ഖായി, ഒരാൾക്ക് ഇമാമ അതൊന്നുമല്ല. അങ്ങനെ ഒന്ന് നോക്കി അന്നത്തെ കാലത്ത് നടക്കൂല. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? ഇമാമാവുമ്പോ മൗമൂം ഉണ്ടാവുമല്ലോ. ഇതല്ലാത്തൊരു ഭാഗമുണ്ട്, അവരെ ചിന്തയെ തന്നെ അങ്ങനല്ല. ഏത്? ഈ നിയമം പാലിക്കാത്ത കുറെ മനുഷ്യന്മാരുണ്ട് ഈ ലോകത്ത്. എന്നൊക്കെ പറഞ്ഞത് 150 കോടി ആളുകൾക്ക് മാത്രമാണ് ഭൂമിയിൽ ഇത് നിയമം. ബാക്കിയുള്ളവരെ പറ്റി ചിന്തിക്കന്നെ വേണ്ട. അവർ ഈ ലോകത്തിന് അപ്പുറം ഒരു കാര്യത്തെയും ചിന്തിക്കണേ ഇല്ല, ഒന്നും ചിന്തിക്കണില്ല. അതിനപ്പുറത്തേക്ക് അവർ ചിന്തിക്കണേ ഇല്ല. ഇത് നിയമമാക്കിയ ആളുകൾക്കേ എന്തുള്ളൂ. അള്ളാഹുവിന്റെ പരലോകത്ത് നേതാവാകണമെന്ന് കൊതിയുള്ളൂ. അള്ളാഹു തആല കൂട്ടത്തിൽ പെടുത്തട്ടെ. അപ്പൊ ഇതിനപ്പുറത്തേക്ക് ചിന്തിക്കണ്ട. ഇതിൽ തന്നെ രണ്ട് വിഭാഗം. ഫിറഔനെ ഇമാമാക്കിയവരുണ്ടാവും, റസൂലുള്ളാഹിനെ ഇമാമിയാക്കിയവരുണ്ട്. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ, മനസ്സ് തുറക്കുക, അള്ളാഹു തൗഫീഖ് തരട്ടെ. അപ്പോൾ മൊത്തം ജനങ്ങൾ എത്ര വിഭാഗം? 4 വിഭാഗം. ഇത് രണ്ടാളിലും അതിന്റെ സ്വഭാവം കാണുകയും ചെയ്യും. രണ്ടാളും സ്വഭാവം കാണും. മുഹമ്മദിന് ആവറേജാ, ഇവന് സബർ കൂടും, മറ്റൊന്ന് സബറിന്റെ ആവശ്യമില്ല. കാരണം ഇവന്റെ ഇമാമിന്റെ മാറ്റം എന്താ? വജഅൽനാഹും അഇമ്മതൻ യഹ്ദൂന ബിഅംരിനാ ലമ്മാ സബറൂ വജഅൽനാഹും അഇമ്മതൻ യഹ്ദൂന ബിഅംരിനാ ലമ്മാ സബറൂ. മുഹമ്മദിന്റെ ഇമാമ് റസൂലുള്ളാഹിയാണ്. അമ്പിയാക്കന്മാരാ, ഔലിയാക്കന്മാരാ. അവര് ഇമാമായത് എന്തുകൊണ്ടാണ്? ലമ്മാ സബറു. അവര് ദുന്യാവിന്റെ കാര്യത്തിൽ എന്ത് ചെയ്ത്? ഒന്ന് പറ മനുഷ്യ. അവരെന്ത് ചെയ്ത്? ക്ഷമിച്ച്. അപ്പോൾ മൗമൂമിനും എന്തുണ്ടാവും? ക്ഷമ ഉണ്ടാവും. എങ്ങനെ ക്ഷമ ഉണ്ടാവുക? ഇപ്പൊ കളരാന്തിരി ദാതായിരിക്കണ മാഷ്ക്ക് ഒരു കച്ചവടം ഉണ്ട്, കളരാന്തിരി എന്ന് സങ്കല്പിക്കി. അപ്പുറത്ത് വേറൊരാൾക്കും ഒരു കച്ചവടം ഉണ്ട് എന്ന് സങ്കല്പിക്കി. നിങ്ങളെ പീടികയിൽ എല്ലാം കൂടെ വിൽക്കൂല. അള്ളാഹ്ക്ക് പൊരുത്തുള്ള സാധനം മാത്രമേ വിൽക്കുള്ളൂ. മറ്റവന്റെ പീടികയിൽ എന്തും വിൽക്കും. മനസ്സിലാവുണ്ടോ പറഞ്ഞത്? എന്തും വിൽക്കും. ഞാന് ഒരു രാത്രി ഇങ്ങനെ വരികയാണ്, കാസർഗോഡ് നിന്ന് വരുമ്പോ പയ്യന്നൂര് വരെ ഒരു വണ്ടി കിട്ടി. പയ്യന്നൂർ ഇറങ്ങി. അപ്പോഴുണ്ട് അവിടെ ഒരു ചായ മക്കാനുണ്ട്. ഒരു രാത്രി ഒരു 12 മണിയൊക്കെ ആയിട്ടുണ്ടാവും. ഒരു ചായ മക്കാനുണ്ട്. അപ്പോൾ ചായ മക്കാനിൻ്റെ അവിടെ ഞാനിങ്ങനെ നിന്നു. ഇനി ബസ് വരുമെന്ന് വെച്ചപ്പോൾ ബസ് KSRTC വരാൻ സാധ്യതയുണ്ട്, അവിടെ നിന്നോളി നടന്ന് എന്നെ അങ്ങനെ നിന്ന് നല്ല വാക്കൊക്കെ അയാൾ എന്നോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഞാൻ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതിനിടയിൽ വേറൊരാള് ഒരു മോട്ടോർ സൈക്കിളിൽ ഇങ്ങനെ പോയി. ഇങ്ങനെ പോയതിന് ശേഷം പിന്നെ അയാൾ തിരിച്ചു വന്നിട്ട് 5-8 കൊല്ലം മുമ്പാണ്. തിരിച്ചു വന്നിട്ട് എന്നോട് പറഞ്ഞു, ഉസ്താദെ പിന്നെ വണ്ടിമക്കയറിന്നാണ്. അയാൾ ഇന്ന അറിയൊന്നുമില്ല, പക്ഷെ ഒരു മൂല്യരാണ് എന്ന നോട്ടത്തിൽ അയാൾക്ക് കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. വണ്ടിമക്കയറിയിട്ട് അയാൾ ഇന്നെ കൊണ്ടുപോയിട്ട് നേരെ പെരുമ്പയില് ഉള്ള ബസ് സ്റ്റോപ്പിന്റെ അവിടെ ഇറക്കിയിട്ട് പറഞ്ഞു, അവിടെ നിങ്ങൾ നിൽക്കണ്ട. ഓന് ചായ കച്ചവടം മാത്രമല്ല, കള്ളച്ചവടം ഉണ്ട്. മനസ്സിലായില്ല? ഓന്റെ കച്ചവടം എന്ത് മാത്രമല്ല, ചായ മാത്രമല്ല. ഇതിങ്ങനെ പറയാൻ കാരണം എന്താ പറയുക? നിങ്ങൾ എവിടുന്നോ വരുന്ന മൂല്യര്, വയറിലും പറഞ്ഞു വരുന്ന മൂല്യരാണ്. പോലീസ് ചിലപ്പോൾ നേരെ റെയ്ഡിന് വരും. വന്നാൽ അവിടെ ഉള്ളവരൊക്കെ പൊക്കും. നാളെ മനസ്സിലായില്ല, ആ കൂട്ടത്തിൽ ആരെയും പൊക്കും. കള്ളുടിക്കാൻ വന്ന ആളായിട്ട് നിങ്ങളെയും പെടുത്തും. അതുകൊണ്ട് നിങ്ങൾക്ക് അവിടെ പറ്റൂല ഉസ്താദെ, നിങ്ങൾ അവിടെ നിന്ന് പോകുന്ന ആള്. മറ്റോൻ്റെ അവിടെ നിന്നാ ഓൻ എനിക്ക് കട്ടൻ ചായ തരും. ഓനോട് നല്ല വർത്താനം പറഞ്ഞു കൊടുക്കാം. 10 പൈസ കൊടുക്കാതെ കട്ടൻ ചായ ഓനിക്ക് തരാം. ആര്? കച്ചവടക്കാരൻ. പക്ഷെ മറ്റോ എന്നെ ഇവിടുന്ന് കൊണ്ടുപോയി
നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? അതിപ്പോ ഒരു മാപ്പിളന്റെ കച്ചവടമാണ്. മൂലിയരെ ഉസ്താദേനൊക്കെ തന്നെ അവൻ പറയണത്. പക്ഷെ അവന്റെ കച്ചവടത്തിൽ എന്തുണ്ട്? ഓന്റെ ഇമാമ ആരല്ല, പൂർണ്ണമായും ആരല്ല. പറയ കുട്ടിയെ, ഓന്റെ ഇമാമ പൂർണ്ണമായി ആരല്ല, മുത്തുനബി അല്ല, ഫിറഔന് ഇമാമാണ്. അതുകൊണ്ട് ഇവിടുത്തെ കാര്യം ആലോചിക്കണുള്ളൂ, അവിടുത്തെ കാര്യം ആലോചിക്കണില്ല. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? ഇതന്നെയാണ് കുട്ടികളാ, ഇതന്നെയാണ് കുട്ടികളാ. അപ്പോൾ നേരെ മറിച്ച് അപ്പുറത്ത് വേറൊരു പീടിയുണ്ട്. ഈ പീടിയിൽ ഫുള്ള് ആളുണ്ടാവും. ഇവിടെ ഉള്ള കോഴിപ്പീസും മറ്റൊക്കെ മറ്റേ പീടിയിലുണ്ടാവും. പക്ഷെ കച്ചവടം വളരെ കമ്മിയായിരിക്കും. അവന്റെ കുട്ടികളെ സ്കൂള് വളരെ മോശപ്പെട്ട സ്കൂളായിരിക്കും. കാരണം വലിയ ഫീസ് കൊടുക്കാൻ അവന് കഴിയൂല. അവന്റെ കുട്ടികളെ നല്ല പൊരയൊക്കെ കെട്ടിക്കാൻ കൊടുക്കും, ബംഗാരം കൊടുക്കാൻ കഴിയൂല. ലമ്മ സബറു, ക്ഷമിക്കേണ്ടി വരും. നിങ്ങളെ പോലെ തന്നെയല്ലേ മമ്മദാക്കാക്കും കച്ചവടമല്ലേ അങ്ങാടിയിൽ എന്ന് പറഞ്ഞാൽ? സ്വന്തം മക്കളെ മുന്നിൽ നമ്മൾ മാനം കേടും. നിങ്ങളെന്താ വാപ്പ അങ്ങനെ? നിങ്ങളെപ്പോലെ തന്നെയല്ലേ മറ്റേ മമ്മദാക്കയും? അയാൾക്കില്ലേ കച്ചവടം? നിങ്ങളെന്താ മാത്രം ഇങ്ങനെ ആയത്? നിങ്ങളെന്താ ഒരു മോട്ടോർ സൈക്കിൾ പറയുമ്പോ വാങ്ങിത്തരാട്ട്? നിങ്ങളെന്താ ഒരു മൊബൈൽ വാങ്ങിത്തരാട്ട്? നിങ്ങളെ കയ്യിലെന്താ ഒന്നും ഇല്ലാത്ത? നമ്മൾ മാനം കെടും. ആരെ മുന്നിൽ ആരെ മുന്നിൽ മാനം കെടും? മക്കളെ മുന്നിൽ. നിങ്ങൾ ആരക്കായിക്ക് പറ്റാത്ത വാപ്പയാണ്. സത്യല്ലേ? സ്വന്തം മക്കളെ മുന്നിൽ നമ്മള് മാനം കെട്ട്. നമ്മൾ പെണ്ണുങ്ങളെ മുന്നിലും ക്ഷമിച്ചെന്ന്. ചിലപ്പോ പെണ്ണുങ്ങൾ പറയാ, എത്ര നല്ല നല്ല ആൺകുട്ടികൾ എന്നെ വന്ന് കണ്ടുപോയതാണ്. നിങ്ങളെപ്പോലെ 10 പൈസ ഉണ്ടാക്കാൻ കഴിയാത്തൊരു ജാഹിലിനാണല്ലോ എന്റെ വാപ്പ പിടിച്ചു കൊടുത്തത്. എന്ത് ചെയ്യൂ? വാപ്പ എങ്ങാനും കബർന്ന് വന്നാൽ രണ്ടാണ് കൊടുക്കായിരുന്നു. ആരക്കായിക്ക് ഇയാളെ പറ്റൂല. നിങ്ങൾ നോക്കിയ അദ്രമാന്റെ കാര്യം, ഓന്റെ കാര്യങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഓന്റെ പരീത്ത നിങ്ങളെ പോലെ തന്നെ കാക്ക അയാൾ. എന്താ ഓന്റെ പരീത്ത സുഖം? അപ്പോഴും നിങ്ങള് പല്ലുമന്ന് ഇഞ്ചി കടിച്ച കുരങ്ങിയിരിക്കും പോലെ അങ്ങനെ ഇരിക്കും. എന്തുകൊണ്ട്? ലമ്മ സബറു. നിങ്ങൾ പെണ്ണുങ്ങളും പറഞ്ഞാലും വഷളാവും, കുട്ടികൾ പറഞ്ഞാലും വഷളാവും. എന്തുകൊണ്ട്? നിങ്ങൾ ക്ഷമിക്കണം. കാരണം നിങ്ങളെ നേതാവ് ക്ഷമിച്ച ആളാ. നിങ്ങൾക്ക് മേപ്പെട്ടെ നോക്കുള്ളൂ. എന്തുകൊണ്ടാണ് നമ്മൾ മേപ്പെട്ട് നോക്കിയത്? നമുക്കൊരു ഇമാമുണ്ട്. അല്ലാതെ നമ്മളെ സ്വന്തം കൽബ് വലിയതൊന്നും അല്ല. മൊയ്തീൻ ഷെയ്ഖിന്റെ കൽബ് നമുക്കില്ല. പക്ഷെ നമുക്ക് മൊയ്തീൻ ഷെയ്ഖ് ആരാണ്? അങ്ങനെ പറയട ചെങ്ങായി. നിസ്കാരം ബാത്തിലായ അമുക്കിന്റെ ജമാഅത്ത് അപ്പുറത്തുണ്ടാവും, സ്വാലിന്റെ ജമാഅത്ത് പുറത്തും ഉണ്ടാവും. എങ്കിൽ നമ്മൾ ഇവിടെ കൂടിയാൽ മറ്റോൻ അയാൾക്കനുസരിച്ചാണ് റുക്കോവും സുജൂദും. ഓൻ വേഗം സുജൂദ് ചെയ്യും. അപ്പൊ മൗമൂമും വേഗം സുജൂദ് ചെയ്യും. ഇവിടെ സുജൂദും റുക്കോവിനും നേരം പോകും ഇമാമിന്. അപ്പൊ ഞമ്മക്കും നേരം പോകും. ഇമാമിനനുസരിച്ചാണ് ആരുണ്ടാവുക? ഇമാമും ഉണ്ടാവുക. ലോകത്ത് 2 തരം ഇമാമിങ്ങളാണുള്ളത്. ഒന്ന് അമ്പിയാക്കളും, ഒന്ന് ഫിറോന്മാരും. അള്ളാഹു നമ്മളെ കാത്തി രക്ഷിക്കട്ടെ. മനസ്സിലായോ പറഞ്ഞത്? നമ്മൾ ആരെ തെരഞ്ഞെടുക്കുന്നു അതിൽ ഇനി നമ്മളെ നോട്ടെന്താ? ഇപ്പൊ നമ്മളൊരു വിഷയം ഉണ്ടായാൽ, നിങ്ങളെ പൊരയിലൊരു വിഷയം ഉണ്ടായാൽ, ഒരു നാട്ടിലൊരു വിഷയം ഉണ്ടായാൽ, പൊരയിലൊരു വിഷയം കുടുംബത്തിലുണ്ടായാൽ, നമ്മൾ മുഅ്മിനീങ്ങളാവുമ്പോൾ ഞാൻ അവസാനിപ്പിക്കണം ഒറ്റ വാക്ക്. നമ്മളെന്താ നമ്മൾ ചെയ്യേണ്ടത്? ബാപ്പയും ഏട്ടന്മാരും മനുഷ്യന്മാരും ഒക്കെ കൂടി നമുക്ക് ഉസ്താദ്മാരോടെയും ചോദിക്കാം. ആക്കെ ഇപ്പൊ ഉസ്താദ്മാരോട് ചോദിക്കാനാണല്ലോ കീഴുള്ള അനുജം പറഞ്ഞ്. അതൊക്കെ ഇപ്പൊ നമ്മളോട് ഉസ്താദ്മാരോട് ചോദിക്കണം. അങ്ങനെയല്ല. എന്നാലും അതിന്റെ മസാല എങ്ങനെയാണ് അതൊന്ന് ചോദിക്കണം എന്ന് ഈ ഇരിക്കുന്ന കൂട്ടത്തിലുള്ള ഒരാൾ ഈ ആഴ്ച എന്നോട് വന്ന് ചോദിച്ചിട്ടുണ്ട്. മകന് നല്ല ഒരു സ്ഥലം കണ്ടെത്തിച്ചിട്ടുണ്ട്, ഒരു 10 സെന്റ് ഭൂമി. ആ 10 സെന്റ് ഭൂമിയിൽ ഒരു കളി ഉണ്ടാക്കാൻ വേണ്ടി വാടക കൊടുക്കാം എന്ന് മകൻ ഒരുങ്ങി. നല്ല പൈസയും ഉണ്ടാക്കാൻ പറ്റിയ ഫീൽഡാണ്. അപ്പൊ അതിന്റെ മസാല എന്താണ് ഉസ്താദെ എന്ന് ഈ ഇരിക്കുന്ന കൂട്ടത്തിൽ ഒരാൾ ഈ ആഴ്ച എന്നോട് വന്ന് ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ല. നിങ്ങളെ ഈ ഇരിക്കുന്ന കൂട്ടത്തിൽ ഇപ്പൊ ഇന്ന് നമ്മളെ നാട്ടിൽ ഭയങ്കര ബിസിനസ്സാണ്. എന്ത് കളി? ഞാൻ ഇന്ന് സുബഹിക്ക് പോരുമ്പോ കളി എത്ര നടക്കണ്. അപ്പൊ ഈ ഇരിക്കണ കൂട്ടത്തിൽ ഒരാൾ എന്നോട് ഒന്ന് ചോദിച്ചിട്ടുണ്ട്, അതിന്റെ മകൻ കളിക്കളത്തിൽ കൂടിയിട്ട് പൈസ ഉണ്ടാക്കാൻ ഒരുങ്ങിയപ്പോ പറഞ്ഞ്, മോനെ അങ്ങനെയാണ് നോക്കല്ലേ, നമുക്ക് ഉസ്താദിനോട് ചോദിക്കണം. ഇനി വേറൊരാളുണ്ടാവും, അതിനൊക്കെ ഇപ്പൊ ഉസ്താദ്മാരോട് ചോദിച്ചാൽ ഓല് പറയണതനുസരിച്ച് അവിടെ മനുഷ്യന്മാർ 10 ഉറുപ്പിക ഉണ്ടാക്കാൻ കഴിയും. എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായില്ല. എന്നാ ഇവര് 2 കൂട്ടരും നമ്മളെ മദ്രസയിൽ നിന്ന് 5ാം ക്ലാസ് പഠിച്ചിട്ടുണ്ടാവും. ഒരാൾക്ക് ഇമാമ ആരാണ്? പൂർണ്ണമായും ആരാണ്? മുത്തുനബിയ. അപ്പൊ ലമ്മ സബറു. അപ്പൊ മകൻ പറയും, ബാപ്പ അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് 10 ഉറുപ്പിക ഉണ്ടാക്കാൻ കഴിയൂല, നമുക്ക് മാളൂനെ കെട്ടിക്കുമ്പോ ഒരു 10 ഉറുപ്പിക കൊടുക്കാൻ കഴിയൂല, മര്യാദയ്ക്ക് ഒരു കല്യാണം ഉണ്ടാക്കാൻ കഴിയൂല. അപ്പ പറഞ്ഞു, കല്യാണം വേണ്ടടാ, ഞമ്മക്ക് വലിയ തറവാടൊന്നും വേണ്ടടാ, നമുക്ക് സാധുക്കൾക്ക് കൊണ്ട് കെട്ടിക്കാം, ഞമ്മക്കാവൂല, അള്ളാന്റെ കോടതി കുടുങ്ങാനാവൂല. ലമ്മ സബറു.
എന്നാ അങ്ങനെയെങ്കിൽ അങ്ങനെ. മകൻ ബാപ്പ പറഞ്ഞപ്പോ ക്ഷമിച്ച് മകനോട് ഒടുങ്ങി. ലമ്മാ സബറു. മകന്റെ നേതാവ് ആരാകണമെന്ന് ബാപ്പ മകനെ പഠിപ്പിച്ചു. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? നേരെ മറിച്ച് രണ്ടാമത്തെ വിഭാഗം. ആ രണ്ടാമത്തെ വിഭാഗത്തിൽ ഉസ്താദുല്ല, ചിന്തയില്ല. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. മൊത്തം മനുഷ്യന്മാര് 4 വിഭാഗം. ഒന്ന് അമ്പിയാക്കന്മാര്, ഔലിയാക്കന്മാര്, ഒന്ന് ഫിറോന്മാര്. ഇനി രണ്ടിന് മൗമൂമിയങ്ങൾ. അള്ളാഹു അമ്പിയാക്കന്മാരെ മൗമൂമിയങ്ങൾ നമ്മളെ പെടുത്തട്ടെ, ഔലിയാക്കന്മാരെ മൗമൂമിയങ്ങളിലും നമ്മളെ പെടുത്തട്ടെ. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളെ ചേർക്കട്ടെ. ദീൻ എന്താന്ന് പറയുക, പഠിക്കുക, ഇതാണ് ഇതിലെ ലക്ഷ്യം. ആയത്തെ ഒരു അഡ്രസ്സാണ്. അതിമ വെച്ചിട്ട് നമ്മൾ അതൊന്നും ഇങ്ങനെ പരിശോധിക്കാൻ. ഈ അടുത്ത ആഴ്ചയും ഈ ആയത്തിന്റെ മറ്റൊരു വെർഷനാ പറയാം. അള്ളാഹു തആല തൗഫീഖ് തരട്ടെ. മനുഷ്യൻ ഇന്ന് നശിച്ചുകൊണ്ടിരിക്കുന്ന കാലാണ്, നമുക്കൊക്കെ അറിയാലോ. അതുകൊണ്ട് നിങ്ങൾ അവനവന്റെ മക്കള്, അനുജന്മാര് കൂട്ടിക്കൊണ്ടുവരണം. എന്നിട്ട് അവരെ ഇരുത്തി കൊടുക്കണം. ചിലപ്പോൾ കൊണ്ടുവന്ന നമ്മളെക്കാൾ കേട്ടവര് നന്നാവും. അള്ളാഹു തൗഫീഖ് തരട്ടെ. പറയണം നമ്മൾ കേട്ടവർ നന്നാവണമെങ്കിൽ ഇടക്കിടക്ക് പറഞ്ഞു കൊടുത്താലേ നന്നാവുള്ളൂ. അള്ളാഹു നമ്മളെ നല്ലവരിൽ പെടുത്തട്ടെ. ക്ലാസ്സിന് ആള് കുറവായിട്ടല്ല, ആളുണ്ടല്ലോ ഇവിടെ. പിന്നെ എന്തിനാ പറഞ്ഞത്? ഒരാൾ നന്നായ നമുക്കൊക്കെ ലാഭമാണ്, ഒരു നാശായ നമുക്ക് അത് നഷ്ടമാണ്. അള്ളാഹു നമ്മളെ ആളുകളെല്ലാവരും നന്നാക്കി തരട്ടെ. ആമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. പടച്ചോനെ റബ്ബേ, നിന്റെ പൊരുത്തം കൊണ്ടാണ് ഈ നേരം വരെ ഞങ്ങൾ സംസാരിച്ച്. നീ ഞങ്ങളെ കബൂലാക്കണമേ റബ്ബ്. അത് ഞാൻ എന്നൊരു തൗഫീഖ് കൊണ്ട് അള്ളാഹ് എന്റെ ഈ ആയത്തിനെ ഞങ്ങൾ വിശദീകരിച്ച്, അല്ലാഹുവേ ഗഫൂറായ റബ്ബേ, റഹീമായ റബ്ബേ, ഇതിൽ 1-ാം പാർട്ടിയെ ഇമാമാക്കുന്നവർ മരണം വരെ ഞങ്ങൾ ചേർക്കണമേ തമ്പുരാൻ. വജഅൽനാഹും അഇമ്മത്തൻ യഹ്ദൂന ബിഅംരിനാ ലമ്മാ സബറു. ക്ഷമിച്ച് ജീവിച്ച അമ്പിയാക്കന്മാരും ഔലിയാക്കന്മാരും ഞങ്ങൾക്ക് ഇമാമാകണമേ റബ്ബേ. ക്ഷമിച്ച് ജീവിച്ച അമ്പിയാക്കന്മാരും ഔലിയാക്കന്മാരും ഞങ്ങൾക്ക് ഇമാമാകണം റബ്ബേ. ക്ഷമിച്ച് ജീവിച്ച അമ്പിയാക്കന്മാരും ഔലിയാക്കന്മാരും ഞങ്ങൾക്ക് ഇമാമാകണം റബ്ബേ. അല്ലാഹ് ദുനിയാവിന്റെ അതിന്റെ പ്രസരിപ്പ്, അതിന്റെ വലിപ്പത്തരം, അതിന്റെ ആനന്ദം, അതിന്റെ പിന്നാലെ ഓടിയ രാവും പകലും നൃത്തവും തോന്യാസവും വ്യഭിചാരവും ഇതിനു വേണ്ടി ഓടിയ ഫിറഔന്മാർ ഞങ്ങളെ ഇമാമാകരുതേ പടച്ചോനെ. അതിന്റെ ആളുകളും അങ്ങനെ ഓരോ കാലത്ത് ഫിറഔന്മാരുണ്ടാവും. ആ കാലത്തെ ഫിറഔന്മാർ ഞങ്ങളെ ഇമാമാകരുതേ പടച്ചോനെ. ഈ ദുനിയാവിലെ രസവും സുഖവും നോക്കി നടക്കുന്നവർ ഞങ്ങൾക്ക് ഇമാമാകരുതേ അല്ലാ. ഒരു തമ്മാടിക്ക് സിന്ദാബാദ് വിളിക്കേണ്ട അവസ്ഥ ഞങ്ങൾക്ക് വരരുതേ പടച്ചോനെ. ഒരു തമ്മാടിക്ക് സിന്ദാബാദ് വിളിക്കുന്നതിനെ തൊട്ട് ഞങ്ങളെ കാക്കണം റബ്ബേ. ഞങ്ങളെ നീ സാലിഹിനെ ഇമാമാക്കി തരണമേ റബ്ബേ. ഞങ്ങളെ തന്നെ നീ മുത്തഖീങ്ങൾക്ക് ഇമാമാക്കണമേ പടച്ചോനെ. ഞങ്ങൾ നന്നായി അവസാനം ഞങ്ങളെ പിന്നിൽ നിന്ന് വരുന്ന ആളുകൾ അയാളെപ്പോലെ എന്ന് പറയാൻ മാത്രം ഞങ്ങളെ നീ നന്നാക്കി തരണമേ റബ്ബ്. ഞങ്ങൾ മരിച്ചതിന് ശേഷം ഇവിടെ ജീവിക്കുന്ന ജനത അയാളെപ്പോലെ ആകണം. നമ്മളെ നാട്ടിൽ ഒരാളില്ല ഇരുന്നില്ലേ അയാളെപ്പോലെ ആയിക്കോളി എന്ന് പറയാൻ അല്ലാ. ഇന്ന് ഞങ്ങൾ ബാഫക്ക് തങ്ങളെ പറ്റി പറയും പോലെ, ഇനി ഞങ്ങൾ പൂക്കോയ പാപ്പനെ പറ്റി പറയുന്നത് പോലെ അല്ലാഹുവേ പടച്ചോനെ റഹ്മാനെ, ഞങ്ങൾക്ക് ശേഷം വരുന്ന ആളുകൾ ഞങ്ങളെപ്പറ്റി പറയണമേ അല്ലാ. നമുക്ക് അയാളെ ഇമാമാക്കാം എന്ന് പറയാൻ മാത്രം. വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. പടച്ചോനെ പിൻഗാമികൾക്ക് മുത്തഖീങ്ങൾക്ക് ഞങ്ങളെ ഇമാമാക്കണമേ അല്ലാ. ഒരിക്കലും ഇനി വരുന്ന ഫിറഔന്മാർക്ക് ഞങ്ങളെ ഇമാമാക്കരുതേ പടച്ചോനെ. ആ അവസ്ഥയിൽ ഞങ്ങൾ തകർന്നു പോകരുതേ അല്ലാ. അതിന് പറ്റിയ കൃഷിയും അതിന് പറ്റിയ കച്ചവടവും അതിന് പറ്റിയ ഏർപ്പാടും മാത്രം മതി റബ്ബേ. നീ ഞങ്ങളെ തോന്യാസികളെ തൊട്ടും തോന്യാസത്തിൽ ആനന്ദം കാണുന്നതിനെ തൊട്ടും വ്യഭിചാരം, കള്ളുകുടി പോലത്തെ തമ്മാടിത്തരങ്ങളെ തൊട്ട് ഞങ്ങളെ നീ കാത്തിരക്ഷിക്കണമേ റബ്ബേ. ഞങ്ങളെ നിന്റെ പൊരുത്തത്തിലാക്കണമേ റബ്ബേ. ഞങ്ങളെ ഏർപ്പാട് പൂർണ്ണമായും ഹലാലാക്കണം പഠിച്ചവൻ. പൂർണ്ണമായും ഹലാലായ മുതലുകൊണ്ട് ഏർപ്പാട് ചെയ്യാൻ ഞങ്ങൾക്ക് തൗഫീഖ് തരണം. കൽബും നന്നാക്കണം, പള്ള നന്നാക്കണം, ചോര നന്നാക്കണം, തലച്ചോറ് നന്നാക്കണം. ഞങ്ങളെ നന്നാക്കി തരണമേ റബ്ബേ. ഈ മജ്‌ലിസിലെ എല്ലാവരും നീ നല്ലവരെ ചേർക്കണമേ റബ്ബേ. അല്ലാഹുവേ ഞങ്ങൾക്കൊക്കെ സ്വർഗം തരുകയും നരകത്തിനെ തൊട്ട് ഞങ്ങൾ നീ കാക്കുകയും അല്ലാ ഞങ്ങളുടെ ഇമാമിങ്ങളെ അല്ലാഹുവേ ഇല്ലിയിൽ വെച്ച് കണ്ടെത്താൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണമേ റബ്ബേ. സാലിഹീങ്ങളെ പിന്നാലെ സിറാത്ത് പാലം കടത്തി തരണമേ റബ്ബേ. സാലിഹീങ്ങളെ പിന്നാലെ സിറാത്ത് പാലം കടത്തി തരണം റബ്ബേ. സാലിഹീങ്ങളെ ഹിസാബ് എടുക്കണ കൂട്ടത്തിൽ ഞങ്ങളെ ഹിസാബ് എടുക്കണമേ റബ്ബേ. സാലിഹീങ്ങളെ മീസാന്റെ അടുത്തേക്ക് പോകുന്ന കൂട്ടത്തിൽ ഞങ്ങളും മീസാന്റെ അടുത്തേക്ക് പോകണമേ റബ്ബേ. ഇയാട് പോണ്ട, ഈ ആ കൂട്ടത്തിൽ പെടൂല, ഈ ഫിറൗന്മാരെ വകുപ്പുണ്ട്, ആ കൂട്ടത്തിൽ പോയിക്കോന്ന് മലക്കുകൾ ഞങ്ങളോട് പറയരുത് അല്ലാ. മുഹദ്ദിൻ ശൈഖ്, റിഫായി ശൈഖ് പോലത്തെ സാലിഹ്യങ്ങൾ പോണ കൂട്ടത്തിൽ അവരെ ബാക്കിൽ അങ്ങനെ പോകാൻ ഞങ്ങൾ ഇന്ന് രക്ഷപ്പെടുത്തി തരണം റബ്ബന. ഇന്ന് മൂർത്താവ് മുതൽ കാൽപ്പാനം വരെ ഇരുട്ട് കുത്തി നിൽക്കുന്ന ആളുകളുമായ ഷറിയിൽ ഉണ്ടാവും. ആ കൂട്ടത്തിൽ ഞങ്ങൾ പെടരുതേ റബ്ബേ.
ജബഹത്ത് മുതൽ നെറ്റിത്തടം മുതൽ കാൽപാദം വരെ പ്രകാശിക്കുന്ന മോമിനിയങ്ങൾ ഞങ്ങളെ പെടുത്തണമേ റബ്ബേ. നെറ്റിത്തടം മുതൽ കാൽപാദം വരെ പ്രകാശിക്കുന്ന മോമിനിയങ്ങളിൽ പെടുത്തണമേ റബ്ബേ. ഞങ്ങളെ ബാപ്പമ്മമാരെ അതിൽപ്പെടുത്തണം റബ്ബേ. ഞങ്ങളെ മക്കളെ ഭാര്യമാരെ അതിൽപ്പെടുത്തണം റബ്ബേ. ഞങ്ങളെ സഹോദരന്മാരെയും സഹായികളെയും ഒക്കെ ഈ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരെയും എല്ലാവരും മോമിനിയങ്ങൾ ചേർക്കണമേ റബ്ബേ. നെറ്റിത്തടം പ്രകാശിക്കുന്ന മോമിനിയങ്ങൾ പെടുത്തണം റബ്ബേ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ തവഫനാ മുസ്ലിമീന വൽഹഖനാ ബിസ്സാലിഹീൻ. സോഷ്യൽ മീഡിയ വഴിയായി ആയിരക്കണക്കായ ആളുകൾ ഈ പരിപാടികളൊക്കെ കാണുന്നുണ്ട്, കണ്ടുകൊണ്ടിരിക്കും, കാണുകയും ചെയ്യും. അവരെല്ലാം ഗൾഫിലാണെങ്കിലും അവർക്ക് ഈ ക്ലാസ് കേൾക്കാൻ വേണ്ടിയാണ് ഈ സൗകര്യം ചെയ്യുന്നത്. ഈ ക്ലാസ് ഇനി സോഷ്യൽ മീഡിയയിൽ നിന്ന് ആയിരക്കണക്കായ ആളുകൾ കാണും. അവർക്കും ഈ ഒരു ചിന്ത ഞങ്ങൾക്കും ഖൽബിൽ രൂഢമൂലമാക്കി തരണമേ റബ്ബേ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ.